എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1636 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരിയായ ഡോക്ടർ PS നിത്യ, BHMS MA Psychology, PG in Counseling, Kerala University, trainer NLP, medical officer, ആയുഷ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, മാറാനല്ലൂർ, തിരുവനന്തപുരം. ഒപ്പം എന്ന പ്രോജക്റ്റിന്റെ മുൻ നോഡൽ ഓഫീസർ, കൺസൾട്ടന്റ്, കൗൺസിലർ, PDC, അഡോളസന്റ് മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും MLAയിൽ നിന്നും ധാരാളം അവാർഡുകൾ നേടിയിട്ടുള്ള വ്യക്തിത്വം. 200-ലധികം പൊതുജനാരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഡോക്ടർക്ക് 23 വർഷത്തെ ചികിത്സാ പരിചയമാണുള്ളത്. ഇന്ന് നിത്യ ഡോക്ടറോടൊപ്പം എന്ന വിഷയമാണുള്ളത്. ഇനിയുള്ള 1 മണിക്കൂർ നമുക്ക് നിത്യ ഡോക്ടറോടൊപ്പം കഴിയാം. ഇതിലേക്കായി ഡോക്ടർ PS നിത്യയെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജോയിൻ ചെയ്ത് വരുന്നതേ ഉള്ളു. തീർച്ചയായും എല്ലാവരോടും കൂടെ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ ഈ വീഡിയോസ് കാണുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പൊ എല്ലാവരും കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ ഒരു ജസ്റ്റ് അത് മുഴുവൻ കേൾക്കണമെന്നില്ല. കാരണം ഒന്ന് ലൈക്ക് അടിക്കണം. അങ്ങനെ ലൈക്ക് അടിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലോട്ട് ഷെയർ ചെയ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പേര് അത് കാണും. നമ്മളിപ്പോ അത് ചെയ്യാത്തത് കൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് എല്ലാ വീഡിയോയും ലൈക്ക് എന്നുള്ള ഭാഗത്ത് 2, 3, 4, 5 പേരാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും എല്ലാവരും ഈ ലൈക്ക് അടിക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കരുത്. ജസ്റ്റ് IFBH ഹോമിയോപ്പതി എന്ന് അടിക്കുക. അപ്പം നമ്മൾ IFBH ഹോമിയോപ്പതിയിലെ ഇതെല്ലാം കാണും, വീഡിയോസ് വന്നുകൊണ്ടിരിക്കും. അവിടെ തന്നെ റീസെന്റ് അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിന്റെ മെയിലില്. അപ്പൊ റീസെന്റ് അപ്ലോഡ് എന്നുള്ള എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും പുതുതായിട്ട് വന്ന വീഡിയോസ് അവിടെ കാണും. അപ്പൊ ആ വീഡിയോസിന്റെ താഴെ നിങ്ങൾ ചിലപ്പോൾ കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പരസ്യമായിരിക്കും വരുന്നത്. ആ പരസ്യം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് അത് ഒന്ന് ലൈക്ക് അടിക്കുകയാണെങ്കിൽ അത് കൂടുതൽ പേരിലോട്ട് അത് എത്തും. അങ്ങനെ കൂടുതലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ അത് കൊണ്ടുപോകാൻ പറ്റും. നിത്യ ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഡോക്ടറെ സ്വാഗതമൊക്കെ മറിയാമ്മ ഡോക്ടർ പറഞ്ഞിരുന്നു. ഞാൻ ഡോക്ടറെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഒന്നുകൂടെ മറിയാൻ ഡോക്ടർ ക്ഷണിക്കും. ഓക്കെ സാറേ, ഞാൻ ഇച്ചിരി ലേറ്റ് ആയി പോയി കേട്ടോ. ഞാൻ ഓടി എത്തിയതേ ഉള്ളൂ, വീട് പിടിച്ചതേ ഉള്ളൂ. വന്ന് നേരെ ഇതിന്റെ ഫ്രണ്ടിൽ കയറി ഇരുന്നതാണ്. ഇച്ചിരി ലേറ്റ് ആയി പോയി. ഓക്കെ, ഗുഡ് ഈവനിങ്. ഞാന് എല്ലാവർക്കും അറിയാം, ഞാൻ ഡോക്ടർ നിത്യ. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞ നല്ലോണം ഒരു ഹെഡേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. പക്ഷെ ഹെഡേക്ക് പ്രിപ്പയർ ചെയ്ത ബുക്ക് കയ്യിലെടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ പിന്നെ കേസ് ഒന്ന് മാറ്റി, കേസ് പ്രസന്റേഷൻ ആക്കാന്ന് വിചാരിച്ചു. ഹെഡേക്കിന്റെ ഈ ഒരു സമയത്ത് നമുക്ക് സമ്മർ സീസണിൽ എല്ലാവർക്കും നിറയെ ഹെഡേക്സ് കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഈ ഹെഡേക്സിന്റെ കുറേ മെഡിസിൻസ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് നമ്മുടെ കീനോട്ടിൽ നിന്ന് തപ്പിപ്പിടിച്ച് എല്ലാ ഹെഡേക്സും കൂടെ ഒരു ബുക്കിനകത്താക്കി. പക്ഷേ സംഭവം കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. സോ ഞാൻ ടോപ്പിക് ഒന്ന് ചേഞ്ച് ചെയ്ത് ഞാനൊരു കേസ് പ്രസന്റ് ചെയ്യാമേ. കേസ് പ്രസന്റ് ചെയ്താൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ചില കേസുകൾ ഈ പറഞ്ഞ കണക്കിട്ട് നമ്മൾ ഹോമിയോ ഡോക്ടേഴ്സ് ആണ് സംഭവമാണെങ്കിൽ നമ്മൾ ചില കേസുകൾ കാണുമ്പോൾ നമ്മുടെ മെഡിസിൻ, അതായത് ഹോമിയോപ്പതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസിനകത്തുനിന്ന് ചെന്ന് അതിൻ്റെ ഒരു ആക്ഷൻ ആ പേഷ്യന്റ് എത്തുകയും ആ പേഷ്യന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവമേ, നമ്മുടെ മരുന്ന് ഇത്രയും ആക്ട് ചെയ്യുമോ, ഒരു പേഴ്സണൽ ഇത്രയും ഭയങ്കര ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റുമോ? എനിക്കൊരു കേസ് വന്നത് പിന്നെ വെഞ്ഞാറമൂട്, ട്രിവാൻഡ്രം വെഞ്ഞാറമൂട് എന്നൊരു, ഞാൻ പൂജപ്പുരയാണ് താമസിക്കുന്നത്. അപ്പം വെഞ്ഞാറമൂട് നിന്ന് ഇതേപോലെ ഒരു കേസ് വിളിച്ചിട്ട് പറഞ്ഞു, ഡോക്ടറെ ഇതുപോലെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പേഷ്യന്റ് കുറേ ദിവസമായിട്ട് ഉറങ്ങുന്നില്ല, എല്ലാ മെഡിസിൻസും ട്രൈ ചെയ്തു. അപ്പൊ ഏതോ ഒരു ഡോക്ടറെ കണ്ടു. അപ്പൊ ആ ഡോക്ടർ പാസഫ്ലോറ കൊടുക്കാൻ പറഞ്ഞു. പാസഫ്ലോറ ടിഞ്ചർ കൊടുത്തു നോക്കി. പിന്നെ ഹോമിയോപ്പതിയുടെ തന്നെ പേറ്റന്റ് ആയിട്ടുള്ള ട്രാങ്കുൽ എന്ന് പറഞ്ഞൊരു മെഡിസിൻ കൊടുത്തു നോക്കി. എന്ത് കൊടുത്തിട്ടും പേഷ്യന്റ് ഉറങ്ങുന്നില്ല. പേഷ്യന്റ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. പിന്നെ ആ പെൺകുട്ടി ലേഡിയാണ്. ഷീ സെയിങ് ദാറ്റ് ഷി വിൽ കമ്മിറ്റ് സൂയിസൈഡ്. അതാണ് ഒരവസ്ഥ. പക്ഷെ സൂയിസൈഡ് ചെയ്യാനുള്ള ധൈര്യവും കിട്ടുന്നില്ല. ഇങ്ങനെയായിരുന്നു ആ കേസ് എന്റെ മുന്നിലേക്ക് വന്നത്.
അപ്പോ ഞാനും ശരിക്കും ഒന്ന് പേടിച്ചു. കാരണം എന്ന് വെച്ചാല് ഈ കുട്ടി ഒരുപാട് സ്ലീപ്പിംഗ് പിൽസും അങ്ങനെയുള്ള സെഡേറ്റീവ് ഡ്രഗ്സ് ഒക്കെ ഒത്തിരി അലോപ്പതിയും ട്രൈ ചെയ്തു. എന്നിട്ടും കുട്ടി ഉറങ്ങുന്നില്ല. ദാറ്റ് വാസ് ദ കേസ്. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, കൊണ്ടുവന്ന കുട്ടിയോട് ചോദിച്ചപ്പം ഷീ ഈസ് വർക്കിംഗ് ഇൻ ഗവൺമെന്റ് സർവീസ്. ഗവൺമെന്റ് സർവീസ് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അതായത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നേരത്തെ വേറെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് പുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, എറണാകുളത്ത്. അപ്പം പിന്നെ അവിടെ വെച്ചുണ്ടായ എന്തോ ഒരു പ്രശ്നം. ഫ്രണ്ടാണ് കൊണ്ടുവരുന്നത്. അതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു കുട്ടിയാണ് കൊണ്ടുവന്നത്. അപ്പൊ ആ കുട്ടി പറയുന്നത്, എന്തോ ഡോക്ടറെ എന്താ പ്രശ്നം എന്ന് എനിക്കും അറിയത്തില്ല. ഇവള് നല്ല ഹാപ്പി ലൈഫാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡ് ഗൾഫിലാണ്. പുള്ളി 6 മാസം കൂടുമ്പോൾ ഇടക്കിടക്ക് വരും. പിന്നെ 3 മാസത്തില് 6 മാസം അങ്ങോട്ട് കൂടുമ്പോൾ ഈ കുട്ടിയെ 3 മാസം ലീവ് എടുത്ത് അങ്ങ് കൊണ്ടുപോകും. അങ്ങനെ വളരെ ഹാപ്പി ലൈഫാണ്. ഇപ്പൊ ഒരു വീട് വെച്ച് അവര് 10,000 സ്ക്വയർ ഫീറ്റ് ഒരു വീടൊക്കെ വെച്ചു. അവിടെ ഇല്ലാത്ത ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പം പുള്ളി ഭയങ്കര നൈസ് പേഴ്സൺ ആണ്. അപ്പൊ പുള്ളി ഗൾഫിൽ നിന്ന് വരുമ്പോ ഈ കുട്ടിയുടെ എല്ലാ ഫ്രണ്ട്സിനെയും പുറത്ത് കൊണ്ടുപോയി ട്രീറ്റ് കൊടുക്കും. പിന്നെ ഈ കുട്ടി എല്ലാ സ്ഥലത്തും കൊണ്ടുപോകും. പിന്നെ ഇവക്ക് ഇത് എന്തോ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ചോദിച്ചിട്ട് ഒട്ടും പറയുന്നില്ല ഡോക്ടറെ. പണ്ട് ഞങ്ങളുടെ അടുത്തൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പൊ ഞങ്ങളെ ആരെയും വിളിക്കാറില്ല, ഞങ്ങളോട് സംസാരിക്കാറില്ല. ഞങ്ങൾ വീട്ടിൽ ചെന്നാലും അവളൊന്നും പറയത്തില്ല. പക്ഷെ അവൾ ഇങ്ങനെ മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവൾ ഒന്നെങ്കിൽ വല്ലതും ചെയ്യാൻ ഇവർക്ക് വട്ടാവും. ദാറ്റ് വാസ് കേസ്. അപ്പൊ എനിക്ക് പ്രോബ് ചെയ്യാൻ വേറെ ഓപ്ഷൻ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഹസ്ബൻഡിന്റെ നമ്പർ ഒന്ന് എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, ഈ കുട്ടിയോട് തന്നെ ചോദിച്ചു, എന്തോ നിങ്ങളുടെ ഇടയിൽ വല്ല പ്രശ്നം ഉണ്ടായോ എന്നിങ്ങനെ ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു, അത് ഡോക്ടറെ ഇവർക്കൊന്നും അറിയത്തില്ല. എനിക്ക് എന്റെ ജീവിതത്തിനകത്ത് മൊത്തം പ്രശ്നങ്ങളാ. ഇവരൊക്കെ എന്റെ ഹസ്ബൻഡിന്റെ ഒരു നല്ലൊരു മുഖമാണ് കാണുന്നത്. വല്ലപ്പോഴും വിദേശത്തു നിന്ന് വന്ന് ഇവരെയൊക്കെ ട്രീറ്റിന് കൊണ്ടുപോയി ഇവരുടെ അടുത്തൊക്കെ ഭയങ്കര സൗമ്യമായിട്ട് പെരുമാറുകയും ഇവർക്കൊക്കെ ഒരുപാട് ഗിഫ്റ്റ്സ് പുള്ളി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എന്താ പറ്റുമെന്ന് വെച്ചാൽ എല്ലാവരുടെയും മുമ്പിൽ പുള്ളി നല്ലൊരു പേഴ്സൺ ആണ്. അപ്പൊ എനിക്കതിന് മാറ്റി മറിക്കാനും താല്പര്യമില്ല. ബിക്കോസ് ഇപ്പൊ എന്റെ ഫാമിലിക്ക് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്. ആ റെപ്യൂട്ടേഷൻ പുള്ളി മോശക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റെപ്യൂട്ടേഷൻ പോവും. സോ ഐ ഡോണ്ട് ജസ്റ്റ് വോണ്ട് ടു റിവീൽ എന്താ എന്റെ ജീവിതം നടക്കുന്നത് എനിക്ക് പറയാൻ താല്പര്യം. ഞാൻ പറഞ്ഞു, ഓക്കെ ഫൈൻ, ആരോടും പറയാൻ, ബട്ട് യു കെയിം ഫോർ എ കൗൺസിലിംഗ്. സോ എന്നോട് തുറന്ന് പറയാം വാട്ട് ഹാപ്പൻ ടു യു. ഇപ്പം ഈ കുട്ടി ഇങ്ങനെ ഇതിന്റെ കേസ് ഇങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്ത് പറയുവാണ്. ഇപ്പൊ ഈ കുട്ടി സംസാരിക്കുന്നത് തന്നെ വളരെ നല്ല മാന്യമായ രീതിയിലാണ് കൊച്ചു സംസാരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ വാട്ട് ഈസ് സെഡ് ഞാൻ പെട്ടെന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ കുട്ടി പറഞ്ഞു, ഡോക്ടർ എനിക്ക് സങ്കടം ഇങ്ങനെ വന്ന് പൊട്ടിയിരിക്കുക. പക്ഷെ എന്ത് ചെയ്യാൻ, ഐ കാൺ ക്രൈ. എന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരുന്നില്ല. പക്ഷെ എന്റെ അകത്ത് മൊത്തം സങ്കടം നിറഞ്ഞിരിക്കുക. ഇങ്ങനെയായിരുന്നു ആ കേസ് പ്രസന്റ് ചെയ്തത്. അപ്പം വേറെ നമുക്കൊരു സോഴ്സ് കിട്ടുന്നില്ല. സോ ഐ സെഡ് യു ജസ്റ്റ് റിലാക്സ് ഫോർ സം ടൈം എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് സംസാരിച്ചു. ഐ ഗേവ് നമുക്ക് പലപ്പോഴും ഈ പറഞ്ഞ കേസസിനകത്തൊക്കെ ഇങ്ങനെ വരുന്ന കേസിനകത്ത് നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ കറക്റ്റ് മെഡിസിൻ ഒന്നും ഒറ്റ സിറ്റിങ്ങിലൊന്നും നമുക്ക് കിട്ടത്തില്ല. അപ്പം പേഷ്യന്റിനെ ഒന്ന് ഉറക്കി കിട്ടുക എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്ക് അതിനകത്ത് പറ്റുള്ളൂ. പേഷ്യന്റിനെ ഉറക്കി കിട്ടിക്കഴിഞ്ഞാൽ പേഷ്യന്റ് നമ്മുടെ സിസ്റ്റത്തിൽ വിശ്വസിക്കാൻ തുടങ്ങും. ആൻഡ് പലതും നമുക്ക് അകത്തുനിന്ന് ഓപ്പൺ അപ്പ് ചെയ്യാൻ ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. സോ ഇൻ ദാറ്റ് വേ ഐ ജസ്റ്റ് ഗീവ് പൾസാറ്റ്ല 1 ഒരു ഡോസ് കൊടുത്തു. പൾസാറില 1 കൊടുത്തിട്ട് ആൻഡ് ആഫ്റ്റർ 1 വീക്ക് ഷീ കോൾ മീ ദാറ്റ് ഐ വോണ്ട് ടു ടോക്ക് ടു യു മാഡം, ഐ വോണ്ട് ടു ടോക്ക് ടു യു. ഞാൻ പറഞ്ഞു യെസ് യു കം. ഞാൻ ഡേറ്റ് ഒക്കെ കൊടുത്ത് പുള്ളിക്കാരത്തി വന്നു. അപ്പൊ പുള്ളിക്കാരത്തി ഇങ്ങനെ പുള്ളിക്കാരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാഡം ഇവര് ഈ പറയുന്ന പോലെ അപ്പം ഫ്രണ്ട് കെയിം വൺസ് അഗെയിൻ. ഫ്രണ്ട് ഓൾസോ കോൾ മീ ആൻഡ് സെഡ് നല്ല ഫാമിലിയാണ്. പുള്ളിയെ പറ്റി ഒരു പരാതിയും പറയാനില്ല. ഈസ് എ വെരി ഗുഡ് പേഴ്സൺ. പക്ഷേ ഇവരുടെ ഇടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ കുട്ടിയുടെ ഹസ്ബൻഡ് മറ്റേ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇവരുടെ ഇടയിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ കുട്ടി പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടി ഹസ്ബൻഡ് ഗൾഫിലാണ്. ഈ കുട്ടിയാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഹസ്ബൻഡ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിനക്ക് ഗവൺമെന്റ് ജോലി ഇല്ല, നിനക്ക് ഗവൺമെന്റ് ജോലി ഇല്ലാത്തതുകൊണ്ട് എല്ലാ ലയബിലിറ്റീസും കൂടെ ഞാൻ എടുക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി എന്ത് ചെയ്തു, ഈ കുട്ടി ഭയങ്കരമായിട്ട് ട്രൈ ചെയ്ത് ഗവൺമെന്റ് സർവീസിലേക്ക് കയറുന്നത്. അപ്പൊ ഈ ഗവൺമെന്റ് സർവീസിലേക്ക് കയറുന്നതിന് മുമ്പ് ഈ കുട്ടിയെക്കാട്ടി പ്രായത്തിൽ കുറഞ്ഞുള്ളൊരു മനുഷ്യൻ, ഒരു പയ്യൻ, അപ്പൊ ഇവര് ഒരുമിച്ച് ഇരുന്ന് 4-5 പേര് കമ്പൈൻ സ്റ്റഡി നടത്തി 5 പേർക്കും സർവീസിൽ തന്നെ കിട്ടുകയും ചെയ്തു. അപ്പൊ അതില് ഒരു പയ്യൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആ പയ്യന്റെ അമ്മ മരിച്ചുപോയ പയ്യനാണ്. അപ്പൊ ആ പയ്യൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ചേച്ചി എനിക്ക് എന്റെ അമ്മയെ പോലാണ്. എന്റെ അമ്മ മരിച്ചു പോയെങ്കിൽ എനിക്ക് എന്തോ ചേച്ചിയോട് എനിക്ക് അമ്മയോട് പോലത്തെ ഒരു ഫീലിംഗ് ആണ് എന്ന് പറഞ്ഞിട്ട് ഈ പയ്യൻ ഇങ്ങനെ ഭയങ്കര കൂട്ടാണ്. അപ്പൊ ഈ പയ്യൻ ട്രിവാൻഡ്രത്തൂടെ, പയ്യന്റെ ഔട്ട്സ്കേർട്സ് അത് ട്രിവാൻഡ്രമാണ് ഈ പയ്യന്റെ വീട്. അപ്പൊ പയ്യൻ ഇടക്കിടക്ക് ട്രിവാൻഡ്രം സിറ്റി വഴിയൊക്കെ പോകുമ്പോൾ ഈ കൊച്ചിനെ വന്ന് കാണാനൊക്കെ വരും. കാണാൻ വരുമ്പോഴേ ഇവര് കുറെ നേരം ഇരുന്ന് അടുത്ത PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേക്കോ അങ്ങനെ എന്തൊക്കെയോ. കാരണം ഹസ്ബൻഡിന്റെ അടുത്ത് ഇതെല്ലാം ഈ കുട്ടി പറയുന്നുണ്ട്. എവറിത്തിങ് ഷീ ഈസ് ഷെയറിങ്.
പക്ഷേ ഈ ഹസ്ബൻഡ് അപ്പോഴൊന്നും ഒരു റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ ഒരു ഒബ്ജെക്ഷൻസോ പറയുന്നില്ല. സോ ഷീ കാണ്ട് അണ്ടർസ്റ്റാൻഡ് ഹസ്ബൻഡ് സസ്പീഷ്യസ് ആണെന്നുള്ള പുള്ളിക്കാരത്തെയും തിരിച്ചറിയുന്നില്ല. അപ്പൊ പുള്ളിക്കാരത്തി വളരെ ഫ്രണ്ട്ലി ആയിട്ട് ആ പയ്യനോട് സംസാരിക്കുകയും ആ പയ്യൻ ഇവിടുന്ന് ഫുഡ് കൊടുത്തു വിടും, മീൻ വറക്കാനുള്ളതൊക്കെ ഇങ്ങനെ പെരട്ടിയൊക്കെ കൊടുത്തു വിടും. അത്രയ്ക്ക് കൂട്ടായിരുന്നു ആ പയ്യനുമായിട്ട്. പയ്യനും ഭയങ്കര കൂട്ടാണ്, പയ്യന്റെ വൈഫിനൊക്കെ അറിയാം, അത്രയ്ക്ക് കൂട്ടാണ്. ഇവർ തമ്മിൽ ഒരു 10-12 വയസ്സിന്റെ വ്യത്യാസവും ഉണ്ട്. പക്ഷേ ഇതെന്താ കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ ഈ കൊച്ചി കഥയൊന്നും അറിയുന്നില്ല. ഇങ്ങനെ ഈ ഹസ്ബൻഡ് അടുത്ത് ആരോ ഇവിടെ ഇങ്ങനെ ഈ പയ്യൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിന്റെ ആ ഫ്ലാറ്റിലാണ് ഇവർ ഈ കുട്ടി താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടുത്തെ സെക്യൂരിറ്റി എങ്ങാണ്ട് ഇയാളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു ഒരു പയ്യൻ ഇങ്ങനെ എപ്പോഴും വരുന്നുണ്ട്. അപ്പൊ ഈ പുള്ളിക്ക് കുറച്ച് ഈ സസ്പീഷ്യസ്നെസ് ഉണ്ട്, പക്ഷെ പുള്ളി എക്സ്പ്രസ് ചെയ്യത്തില്ല. കാരണം സസ്പീഷ്യസ് ആണെങ്കിലും ഞാൻ സസ്പീഷ്യസ് ആണെന്ന് പറഞ്ഞാൽ എന്റെ വില പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളി എക്സ്പ്രസ് ചെയ്യുന്ന ടൈപ്പ് അല്ല. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ പുള്ളി ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് പുള്ളി വിദേശത്തു നിന്ന് എപ്പോഴും ഒരു സമയത്ത് വന്നിട്ട് ഷീ വാസ് ഹൈഡിങ് ബിഹൈൻഡ് ഇൻ ദ കാർ പോർഷോ കാർ പാർക്കിംഗ് സ്പേസിൽ ഒളിച്ചിരുന്നിട്ട് വാസ് വാച്ചിങ് വെൻ ദ ബോയ് ഇസ് കമ്മിങ്, ഈ പയ്യൻ എപ്പോൾ വരുന്നുണ്ട് എപ്പോൾ പോകുന്നുണ്ട് എന്നെല്ലാം ഇയാൾ നോട്ട് ചെയ്തു. പക്ഷേ ഇവരുടെ ഇടയിൽ ഒരു പ്രശ്നവും ഇല്ലാത്തതുകൊണ്ടും അവർ PSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടും അവർ ഒരുമിച്ചിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇയാൾ എപ്പോഴും വീട്ടിൽ വരും, വന്നു കഴിഞ്ഞാൽ 3/4 മണിക്കൂറൊക്കെ അവിടെ ഇരുന്ന് പഠിക്കുകയോ ഒക്കെ ചെയ്യും. പിള്ളേരും ഒക്കെ വീട്ടിലുണ്ട്, വലിയ ഗ്രോൺ പിള്ളേരുണ്ട്. സോ നത്തിങ് ടു സസ്പെക്ട് ഫ്രം ദാറ്റ് എന്ന് കരുതിയിട്ടായിരിക്കാം കുറച്ച് കെയർലെസ് ആയിട്ടങ്ങ് കൂട്ടൊക്കെ കൂടുകയൊക്കെ ചെയ്യുമായിരുന്നു. ബട്ട് ഈ പുള്ളി വന്നിട്ട് ഇവരോട് പറയാതെ വന്ന് വാച്ച് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ട് തിരിച്ച് ഗൾഫിൽ പോകുന്നു. ബട്ട് വാട്ട് ഹി ഡിഡ് വാസ് ദാറ്റ് ഇതെല്ലാം പോയിട്ട് പുള്ളിയുടെ സിസ്റ്ററിനോടും ഈ കൊച്ചിന്റെ ബ്രദറിനോടും വിളിച്ചിട്ട് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. അതായത് ഷീസ് എ ഇമ്മോറൽ പേഴ്സൺ, അതുകൊണ്ട് ഷീസ് ഡൂയിങ് എവറിത്തിങ്, she's having illicit relationship, അങ്ങനെ പല കാര്യങ്ങളും വിളിച്ചിട്ട് ഈ കുട്ടിയുടെ റിലേറ്റീവ്സിനോട് ഈ കുട്ടി പോലും അറിയാതെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇത് കുട്ടി ഈ കൊച്ചു അറിഞ്ഞിട്ടില്ല. അപ്പൊ ഈ കൊച്ചു വിചാരിക്കുന്നത് എന്തോ ഞാൻ എന്റെ ഹസ്ബൻഡ് എന്നെ ഭയങ്കര ഐഡിയൽ വൈഫായിട്ടാണ് കാണുന്നത്. സോ ആ പുള്ളിക്കാരുടെ അതിലൊരു അപകടം തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ കുഴപ്പം. പക്ഷെ ഈ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചിന് ഈ പറഞ്ഞ ഹസ്ബൻഡ് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഹി ടോർച്ചേഴ്സ് ദിസ് ഗേൾ, ഭയങ്കരമായി ടോർച്ചർ ചെയ്യും. കാരണം പുള്ളി ഒരു 1000 rupees കൊടുത്താൽ അയച്ചു കൊടുത്താൽ ആ 1000 rupees എന്തിനെടുത്തു, എവിടെ എടുത്തു, എന്തെടുത്തു എന്ന് ഷി ഹാവ് ടു മേക്ക് എ സ്ലിപ്പ് ആൻഡ് വാട്സ്ആപ്പ് ഇറ്റ്. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്കണോമിക്കലി ഭയങ്കരമായിട്ട് പെസ്റ്റർ ചെയ്യുക. പിന്നെ അതേപോലെ whenever he comes to ഇയാൾ ഇത് കണ്ടിട്ട് ഇയാൾക്ക് ഇത് സംശയമായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഇയാൾക്ക് സംശയമായിട്ട് ഇരുന്നിട്ട് ഇയാൾ എന്താണെന്ന് ചോദിച്ചാൽ സെക്ഷലി ഈ കൊച്ചിനെ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യും. പിന്നെ ഈ കമ്പാക്ട് ടു ഫ്രം വിദേശത്തു നിന്ന് വരുമ്പോൾ വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് വൺ ഡേ ഹി വിൽ മേക്ക് അപ്പോൺ 5 to 6 സെക്ഷൽ കോണ്ടാക്ട്സ് ചെയ്യുകയും എന്നുവെച്ചാൽ ഒരുതരം വൈരാഗ്യം ഇതിലൂടെ തീർക്കാൻ അയാൾ ശ്രമിക്കുന്നത്. എന്നുവെച്ചാൽ അയാൾ ചിന്തിക്കുന്ന വെച്ചാൽ ഷീ ഈസ് ഡൂയിങ് സംതിങ് ഇല്ലിസിറ്റ്ലി. സോ അതുകൊണ്ട് what he is thinking is that ഈ കുട്ടിക്ക് സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടാത്തതുകൊണ്ടാണ് he is making this type of immoral relationships എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ കുട്ടിയെ ഭയങ്കരമായിട്ട് സെക്ഷലി ഹറാസ് ചെയ്യാൻ തുടങ്ങി. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് വെറുത്തുപോയി ഈ കൊച്ച്. ഇയാൾ വരുന്നെന്ന് പറയുമ്പോഴേ ഇതിന് പേടിയാണ്, ഭയങ്കര പേടിയാണ്. കാരണം വെച്ചാൽ ഇതുപോലെ ഇങ്ങനെ എന്നിട്ട് വാട്ട് ഹി ഡു ഇസ് ദാറ്റ് നമുക്ക് ടൂർ പോകാമെന്ന് പറഞ്ഞ് ഈ കുട്ടിയെ വിളിച്ചിട്ട് പോകും. എവിടെയെങ്കിലും ദൂരെയൊക്കെ മൂന്നാർ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് വാട്ട് ഹി ഡു എങ്ങും ഒരു സാധനവും ഒരു സീനറീസ് കാണാനോ ഒന്നും കൊണ്ടുപോകാതെ ഈ സംശയം മനസ്സിൽ വെച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇത് തന്നെ ടോർച്ചർ ചെയ്യും. അപ്പൊ അങ്ങനെ ആയപ്പോ കുട്ടി എന്ത് സംഭവിച്ചു വെച്ചാൽ ഇയാൾ വിദേശത്തേക്ക് ഇതുപോലെ 6 മാസം കൂടുമ്പോൾ ഇയാൾ ഈ കുട്ടിയെ 3 മാസത്തേക്ക് അവിടെ കൊണ്ടുപോകുന്ന സമയത്ത് ഇത് പേടിച്ചിട്ട് ഇത് ഓരോ കള്ളത്തരം പറഞ്ഞ് അവിടുന്ന് മുങ്ങാൻ തുടങ്ങി. അപ്പം ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഐ തിങ്ക് ഇങ്ങനെ ഇതെല്ലാം കൂടെ ആയിട്ടാവും ഷീ ഹാഡ് മെനി യൂട്രൈൻ കംപ്ലൈന്റ് വരാൻ തുടങ്ങി. എൻഡോമെട്രിയോസിസ് ആൻഡ് സംതിങ് ഡിസ്ലൈക്ക് ഒരുപാട് യൂട്രൈൻ പ്രശ്നങ്ങൾ പുള്ളിക്കാരത്തേക്ക് വരികയും യൂട്രൈൻ പ്ലാപ്സ് വരികയൊക്കെ ചെയ്തു. ബട്ട് വാട്ട് എവർ ഷീ ക്രൈസ് ആൻഡ് സേസ് യു വോണ്ട് ലീവ് ദ ഗേൾ ലേഡി, അതായിരുന്നു ഇവരുടെ കണ്ടീഷൻ. അപ്പൊ അങ്ങനെ ആയി ഇവർക്ക് ഈ യൂട്രൈൻ ഇഷ്യൂസും ഇതൊക്കെ വന്നപ്പം വാട്ട് ഷീ ഇസ് പേർപ്പസ്ഫുള്ളി അവോയ്ഡിങ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ഹസ്ബൻഡ്. അപ്പൊ അയാൾ കൂടുതൽ സസ്പീഷ്യസ് ആവുകയാണ്. സോ സി ഷീ ഈസ് ഹാവിങ് സംതിങ് വിത്ത് സംബഡി ദാറ്റ്സ് വൈ ഷീ ഈസ് ഡിലേയിങ് മീ എന്നാണ് പുള്ളി ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ ആയിട്ട് പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ട്രാൻസ്ഫർ ആയി. ഷീ വെന്റ് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആയി പോയപ്പോഴത്തേക്കും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എന്ത് പറ്റി, അവിടെ ഇദ്ദേഹത്തിന്റെ സീനിയർ ആയിട്ടൊരു മനുഷ്യൻ, ഹി വാസ് എ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് പൊളിറ്റിക്കൽ ആയിട്ട് ഭയങ്കര ഹോൾഡ് പേഴ്സൺ ആണ്.
അപ്പം അയാൾ ഇങ്ങനെ എന്താണ് പറയുക, ഭയങ്കര സ്നേഹത്തോടെ. അപ്പൊ പുള്ളിക്കാരത്തിന്റെ അച്ഛൻ, ഈ പറഞ്ഞ ലേഡിയുടെ അച്ഛൻ വളരെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അപ്പം അയാള് ഭയങ്കര സ്നേഹമായിട്ട് ഇങ്ങനെ മോളെ എന്നൊക്കെ വിളിച്ച് ഭയങ്കര പാമ്പർ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് അറിയാതെ ഇവർക്ക് എന്താ സംഭവിച്ചത്, ഷി ഹാഡ് അയാളോട് ഒരു സ്നേഹം തോന്നി തുടങ്ങി അവർക്ക്. പക്ഷെ ഈ സ്നേഹം അപ്പുറത്ത് നിൽക്കുന്നവന്റെ ഉദ്ദേശം അതല്ലല്ലോ. അപ്പൊ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിന്, ഈ കുട്ടിയുടെ സിറ്റുവേഷന് അയാൾ ശരിക്കും അങ്ങോട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അപ്പം അയാൾ ഭയങ്കരമായിട്ട് ഈ കുട്ടിയെ ഫോളോ അപ്പ് ചെയ്യുക, ഈ കുട്ടിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുക. അപ്പം ഈ കുട്ടി ചിന്തിക്കുമ്പോൾ അപ്പുറം സൈഡിൽ നിൽക്കുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ എല്ലാ മാടിനെ ചെയ്യിപ്പിക്കുന്ന പോലെ എവറിത്തിങ് ഷീസ് മേക്കിംഗ് ഹർ ഡു എവറിത്തിങ് ആൻഡ് ബ്ലെയിമിങ്, ഓൾവേസ് ബ്ലെയിമിങ്. അത് കൊള്ളൂല, ഇത് കൊള്ളൂല, ലൈക്ക് ദാറ്റ് ഹി ഈസ് ഓൾവേസ് ബ്ലെയിമിങ്. പിന്നെ പൈസ കൊടുത്ത പൈസ ചെലവാക്കിയത് കൂടിപ്പോയി, അത് കുറയ്ക്കണമായിരുന്നു. അങ്ങനെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും. And you are not good in the sexual relationships, and that way always is demoralizing the girl. അപ്പൊ എന്ത് സംഭവിച്ചു, ഈ കുട്ടി ഈ പറഞ്ഞ പേഴ്സണോട് അറിയാതെ ഒരു ഇന്റിമസി ഡെവലപ്പ് ചെയ്തിട്ട്, അയാളാണെങ്കിൽ ഇതിൽ ഭയങ്കര വേന്ദ്രനായിട്ടുള്ള ആൾ, ഇസ് വെരി എക്സ്പെർട്ട് ഇൻ ദിസ് ഫീൽഡ്. അയാൾ ഈ പൊളിറ്റീഷ്യനും കൂടെ ആയതുകൊണ്ട് അയാൾക്ക് അറിയാം ഹൗ ടു ട്രാപ്പ് എ വിമൻ, ഹി നോസ് ദ മെക്കാനിസം. അപ്പം പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഈ കുട്ടിക്ക് എന്തെങ്കിലും സാധനം, ഇപ്പം കുഞ്ഞു സാധനങ്ങൾ ഇഷ്ടമെന്ന് കണ്ടാൽ അയാൾ അത് പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കുക. ഈ കുട്ടിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ആ കൊച്ചു പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇന്ന് വരെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് പറയാൻ ഹസ്ബൻഡ് ഒരു ഇയർ തന്നിട്ടില്ല, ചെവി തന്നിട്ടില്ല. വിമൻ, ഞാൻ നേരത്തെ ക്ലാസ് എടുത്തപ്പോഴേ പറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു, പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താ കുഴപ്പമെന്ന് പറയും, ബിക്കോസ് ഈ ആണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ 10,000 വേർഡ്സ് പറയുമ്പോഴത്തേക്ക് അന്നത്തെ കോട്ട തീർന്നു. ബട്ട് ഫോർ ദി വിമൻ വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് പെണ്ണിന് ഈ 20,000 വേർഡ്സ് ഉണ്ടായാലേ ഒരു ദിവസം കോട്ട തീരുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും, മെയിൽസ് യൂഷ്വലി ഗോ ഔട്ട്സൈഡ്. സോ വാട്ട് ഹാപ്പൻ ടു ദേ ആർ ടോക്കിംഗ് ടു ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പൊ ഒരുപാട് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ദേ ആർ ഗെറ്റിംഗ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഏകദേശം 8,000 വരെ അവരെ കളഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. മിക്കവാറും 10,000 കളഞ്ഞിട്ടായിരിക്കും വരുന്നത്. സോ ദേ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു എനിബഡി. എല്ലാവരോടും സംസാരിച്ച് തീർന്ന് ദേ ആർ ഗെറ്റിംഗ് മെനി ഓപ്ഷൻസ്. പക്ഷെ ഫീമെയിൽസിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ബാക്കി 10,000 പെൻറ്റ് വെയിറ്റിംഗ് വിത്ത് 20,000 ഫോർ whenever the husband come, I should talk to them എന്നൊരു മൈൻഡ് സെറ്റപ്പിലായിരിക്കും പെണ്ണുങ്ങൾ മിക്കവാറും ഇരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക, ഈ പുള്ളി ഇതൊന്നും കേൾക്കാൻ തയ്യാറാകത്തില്ല ഹസ്ബൻഡ്. whenever he calls, he just say what you are doing, how much money you spend, I send you about 10,000, അതിന് ഇനി എത്ര പെൻഡിങ് ഉണ്ട്, ഇനി നീ എന്ത് ചെയ്തു, ബാക്കി നിന്റെ സാലറി വെച്ച് അഡ്ജസ്റ്റ്, ലൈക്ക് ദ ഓൾവേസ് എക്കണോമിക് ഡീലിങ്സ് മാത്രമേ പുള്ളി പറയുന്നുള്ളൂ. പിന്നെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, നീ അത് ചെയ്ത് ശരിയായില്ല, നീ വീടിന്റെ പണി ചെയ്ത് ശരിയായില്ല, ലൈക്ക് ദാറ്റ് വാട്ട് എവർ ഷീ ഡൂസ്. പുള്ളിക്കാരത്തെ പറഞ്ഞു വെച്ചാൽ, ഈ ഇദ്ദേഹം അവിടുന്ന് പൈസ കൊടുത്തിട്ട് ഇവർ ഫ്ലാറ്റിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് പുതിയ വീട് വെച്ചായിരുന്നു. അപ്പൊ ആ വീട് വെക്കാൻ വേണ്ടി പുള്ളി പൈസ അയച്ചു കൊടുക്കുന്നത് ഷീസ് എ വിമൻ. അപ്പൊ ഭയങ്കര ഡിഫിക്കൽട്ടി ആണ് ടു ഡു ഓൾ ദ വർക്ക്സ്, അപ്ഡേറ്റ് ആക്കി വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരിങ്ങനെ പല സ്ഥലത്തും കയറി ഇറങ്ങി കൊട്ടേഷൻ കൊടുത്ത് ടൈലും മറ്റേത് മറിച്ചും ഒക്കെ കൊടുത്തിട്ട് എല്ലാം ചെയ്ത് വെക്കുമ്പോൾ ആഫ്റ്റർ ടേക്കിംഗ് ദ ഫോട്ടോ ആൻഡ് സെൻഡിങ് ടു ദ പേഴ്സൺ, വാട്ട് ഹി സേസ് ദാറ്റ് ഹി ഈസ് സിംപ്ലി ബ്ലെയിമിങ്, ഓ ദിസ് ഇസ് നോട്ട് ഗുഡ്, ഇതാണോ, ഇതൊക്കെ ഇങ്ങനെ ഇത്ര രൂപ നീ എന്തിനാ ചെലവാക്കിയത്, അങ്ങനത്തെ ടൈല് വേണ്ടായിരുന്നു, ഇങ്ങനത്തെ കുറച്ചും കൂടെ പൈസ കുറഞ്ഞ മതിയായിരുന്നു, ലൈക്ക് ദാറ്റ് വാട്ട് എവർ ഷീ ഡു, വാട്ട് എവർ ടാസ്ക് ഷീ ഡു, ഇറ്റ്സ് നോട്ട് ബീങ് അപ്രൈസ്ഡ് ആസ് സച്ച്. അപ്പൊ എന്താ സംഭവിക്കുക, ഈ കുട്ടിക്ക് ശരിക്കുള്ള ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല, നോ പ്രൈസിങ്, നോ നത്തിങ് ഫോർ ദാറ്റ്. പക്ഷെ അവിടെ പോയപ്പോ ഈ പറഞ്ഞ പെർസെന്റേജ് ഇതെല്ലാം കിട്ടുന്നുണ്ട്. ഹീ സ്റ്റാർട്ടഡ് പ്രൈസിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഈ കുട്ടി ഇച്ചിരി നിറം കുറഞ്ഞ കുട്ടിയാണ്, പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഹീ പ്രൈസസ്, ഓ നീ എന്തൊരു ഭംഗിയെ കാണാൻ, നിന്റെ ആ നിറം എന്ത് രസമാണ് കാണാൻ, ലൈക്ക് ദാറ്റ്. എപ്പോഴും പ്രൈസിങ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ കുട്ടിയുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും അയാൾ സാധിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ അയാളോട് പറഞ്ഞു, സാർ ഇങ്ങനെ എനിക്ക് പിന്നെ അവര് വലിയ ബഹുമാനത്തോടു കൂടിയാണ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവരുടെ സാർ ഇങ്ങനെ എനിക്ക് ഇതുപോലെ പിന്നെ ഏതോ ഒരു സ്ഥലം ഇങ്ങനെ ഏതോ ഒരു ഇത് അവർക്ക് കാണാനും പോയിരിക്കാനും ഒക്കെ ഇഷ്ടമാ എന്ന് പറഞ്ഞു. He came with the car and he took the girl from the hostel. She was staying there in the hostel. അവ വണ്ടിക്കകത്ത് കയറ്റി ആ സ്ഥലത്ത് കൊണ്ടുപോയി ഇഷ്ടം പോലെ ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ ഈ കൊച്ചിന് തിന്നാൻ എന്ത് സാധനം, ഇപ്പൊ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നമ്മുടെയൊക്കെ നൊസ്റ്റാൾജിക് മെമ്മറീസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ അയാൾ എവിടെ കണ്ടാലും ഹീൽ പർച്ചേസ് ഇറ്റ് ആൻഡ് ഗിവ് ടു ദ ഗേൾ. കോൾ എവറി ഡേ, എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട്. അപ്പം വിളിച്ചിട്ട് ഹീസ് ഗിവിംഗ് ഹിസ് ഇയേഴ്സ്. പക്ഷെ പകരം വാട്ട് ഹി ഡിമാൻഡഡ്, ചുമ്മാ ഒരാൾ ചെവി കൊടുക്കുവോ, ഒരിക്കലും കൊടുക്കത്തില്ല. അപ്പൊ അയാൾ ചെവി കൊടുക്കുന്നതിന് പകരം വാട്ട് ഹി ഡിമാൻഡഡ് വാസ് ദാറ്റ് ഐ വോണ്ട് സെക്സ് ഫ്രം യു. അതായിരിക്കുമല്ലോ ഫൈനൽ ഡെസ്റ്റിനി. അപ്പൊ നാച്ചുറലി എന്ത് ചെയ്തു, പറഞ്ഞത് എനിക്ക് പകരം എന്താ വേണ്ടത്, എനിക്ക് പിന്നെ സെക്സ് ഫ്രം യു എന്ന് പറഞ്ഞിട്ട്, ആൻഡ് ദാറ്റ് ദെയർ സ്റ്റാർട്ടഡ് ദ റിലേഷൻഷിപ്പ്. അങ്ങനെ ആ
റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ദാറ്റ് വാസ് എ കേസ്. അപ്പം ഈ ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇറ്റ് വാസ് ഗോയിങ് ഓൺ വെരി സ്മൂത്ത്ലി പോയി. പക്ഷേ എങ്ങനെ സെക്ഷൽ റിലേഷൻഷിപ്പ്, ഈ കുട്ടിയുടെ പ്രശ്നം എന്താണ്? ഷീ കാൺ ഹാവ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ബിക്കോസ് ഷീസ് ഹാവിംഗ് പെയിൻ ആൻഡ് എൻഡോമെട്രിയോസിസ് ആൻഡ് ഓൾ സച്ച് ദാറ്റ്. പക്ഷേ എന്താണ്, ഷീസ് ഹാവിംഗ് ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പിൽ എന്താണ്? നോ പെയിൻ. കാരണം എന്താണ്? ഇന്റർകോഴ്സ് ഇല്ല. സോ നോ പെയിൻ. സോ ഓൾറെഡി എവറിത്തിങ് ഇസ് എ കംഫർട്ടബിൾ ഫേസ്. മാത്രമല്ല ഈ കൊച്ചിന് അപ്പുറത്തുനിന്ന് കിട്ടാത്ത എല്ലാ സന്തോഷങ്ങളും മറ്റേ ആൾ ഇപ്പുറത്തുനിന്ന് കൊടുക്കുകയാണ്. പുറത്ത് കൊണ്ടുപോകണമെങ്കിൽ പുറത്ത് കൊണ്ടുപോകും, ഗിഫ്റ്റ്സ് മേടിച്ചു കൊടുക്കുന്നു. ഹീസ് വെരി വെൽത്തി. അപ്പം എല്ലാ ഇതും കിട്ടുന്നു. അപ്പൊ കൊച്ചു ചിന്തിക്കുമ്പോൾ ഇപ്പൊ നാച്ചുറലി ഒരു ഏത് ഹ്യൂമൻ ബീയിങ്ങിന്റെ സ്ഥലത്ത് ഇപ്പൊ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് സാധാരണ ലേഡീസിനെ ബ്ലെയിം ചെയ്യാറുണ്ടോ? അവർക്ക് മറ്റേ ഹാവിംഗ് സം പ്രോബ്ലം, ഷീസ് ഹാവിംഗ് സെക്ഷൽ എക്ടസി, ദാറ്റ്സ് വൈ ഷീ ഈസ് ഡൂയിങ് ദാറ്റ്. പക്ഷെ ഒന്നുമല്ല. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുമ്പോൾ ആരും ബ്ലെയിം ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. മൈൻഡ് ഇസ് ഗെറ്റിംഗ് ഹാപ്പിനെസ്. ഇപ്പൊ നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, അക്കോർഡിംഗ് ടു സൈക്കോളജി, നമുക്ക് മനസ്സുണ്ട്, വി ഹാവ് ദ മൈൻഡ്, മനസ്സുണ്ട്, വി ഹാവ് ദ ഇന്റലിജൻസ്, ബുദ്ധിയുണ്ട്. ബുദ്ധി എന്ന് പറയുന്നത് പഠിക്കാനുള്ള ബുദ്ധിയല്ല. ബട്ട് എന്താണ്, മനസ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധി നമുക്ക് എല്ലാ ഹ്യൂമൻ ബീങ്സിനും ഉണ്ട്. അതായത് നമ്മൾ ഈഗോ, സൂപ്പർ ഈഗോ എന്ന് സൈക്കോളജി പറയും. ബിക്കോസ് ഈഗോ എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമുക്ക് എന്താ പറയുക, വിൽ ഡു, മനസ്സ് പറയും എന്താണ് അത് ചെയ്തു ഇത് ചെയ്തു. വാട്ട് എവർ വി സീ ബ്യൂട്ടിഫുൾ ആൻഡ് വാട്ട് എവർ വി ഗീവ് പ്ലഷർ ടു അവർ മൈൻഡ് ഡിമാൻഡ്സ് ടു ഡു ദാറ്റ്. ഈ ചാറ്റിങ്ങിലും ഹാപ്പി ഹോർമോൺ സെക്രീഷനകത്തും ചാറ്റിങ്ങിലും ഒക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ബിക്കോസ് എന്താ, ഡൊപ്പാമിൻ ഇഫക്റ്റ് ആണ്. ഡൊപ്പാമിൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് ഡൊപ്പാമിൻ ഇഫക്റ്റ്? അതും നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡൊപ്പാമിൻ ഇഫക്റ്റ് എന്ന് വെച്ചാൽ ഇഫ് യു സ്റ്റാർട്ട്, നമുക്ക് എല്ലാ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേക്കുന്നു, ഈ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിലൊക്കെ സംഭവിക്കുന്നത് എന്താണെന്നുള്ളതിന്റെ മെക്കാനിസം അതാണ്. ഇഫ് യു സ്റ്റാർട്ടിങ് വേക്കിംഗ് അപ്പ് ഇൻ ദ മോർണിംഗ്, നമുക്കൊരാൾ ഹൈ അയച്ചു, നമ്മൾ സ്ത്രീകൾ യൂഷ്വലി എന്താ ചെയ്യുക, സ്ത്രീകൾ കഴിയുന്നതും പിടിച്ചു നിൽക്കും, അയക്കാതിരിക്കും, ഓൺ റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. അപ്പൊ കുറെ ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ദേ വിൽ സെൻഡ് ഹൈ. അപ്പൊ എന്താ സംഭവിക്കുക, കുറച്ച് കഴിയുമ്പോൾ വീൽ ഓൾസോ സെൻഡ് ഹൈ, തിരിച്ച് നമ്മൾ ഹൈ ഇട്ടെന്നിരിക്കട്ടെ, അപ്പൊ അവർക്ക് സിമ്പിൾ കിട്ടി. സോ പിന്നെ ഗുഡ് മോർണിംഗ് അയച്ചു, തിരിച്ചൊരു ഗുഡ് മോർണിംഗ് അയച്ചു, പിന്നെ ഗുഡ് ഈവനിങ് അയച്ചു, വീണ്ടും ഗുഡ് ഈവനിങ് അയച്ചു. ഇതെല്ലാം എന്ത് സംഭവിക്കും, ദേ വിൽ ക്രിയേറ്റ് ഡൊപ്പാമിൻ സ്പൈക്ക് ഉണ്ടാവും അവിടെ. ഡൊപ്പാമിൻ ലെവൽ റൈസ് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഈ ഡൊപ്പാമിൻ കിക്ക് അടിക്കും. ഡൊപ്പാമിൻ കിക്ക് അടിച്ചു കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻ ഇസ് ദ മൈൻഡ് വിൽ ഡിമാൻഡ് ഫോർ ദിസ് മെസ്സേജ് ടു കം. ഈ ചാറ്റിങ്ങിലൊക്കെ സംഭവിക്കുന്ന കാര്യം അതാണ്. ചാറ്റിങ്ങിലും ബാക്കിയുള്ള ഈ ടൈപ്പ് ഓഫ് ഇതിലെല്ലാം സംഭവിക്കുന്ന കാര്യം എന്താണ്, അവർ ഹാപ്പി ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യാണ്. ഹാപ്പി ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ ചാറ്റിങ്ങിൽ, ഫോർ എക്സാമ്പിൾ, വീണോ ദ ഹാപ്പി ഹോർമോൺസ്, ഡൊപ്പാമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻസ്, ഈ 4 സാധനങ്ങളും വിൽ ബി റേസ്ഡ് എപ്പോഴാണ്, നമ്മളുടെ മനസ്സിന് സന്തോഷം കിട്ടിക്കഴിയുമ്പോൾ ദാറ്റ് വിൽ ബി ദീസ് ഹോർമോൺസ് ആർ ക്രിയേറ്റഡ്. അപ്പൊ ഈ ഹോർമോൺസിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ഗുണം, എന്താ, ബോഡി മൊത്തം ബാലൻസ്ഡ് അവസ്ഥയിൽ നിൽക്കും. ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ് ഇൻ ചാറ്റിംഗ്. അപ്പൊ ദൂരെ ഇരിക്കുന്ന ഏതോ ഒരു സ്ട്രേഞ്ചറുടെ അടുത്ത് ചാറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ എന്തായാലും ഇമ്മീഡിയറ്റ് റിലേഷൻഷിപ്പ്, ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പിനകത്തും സൈക്കോളജിക്കൽ എഫക്ട് ഇസ് ഡിഫറെന്റ്. അപ്പം അതായത് ഇപ്പൊ ഇമ്മീഡിയറ്റ് റിലേഷൻഷിപ്പിനകത്ത് പറയുമ്പോൾ കണക്കുകൾ വരും അവിടെ, ഇത്ര രൂപ അല്ലെങ്കിൽ നമ്മൾ എക്കണോമിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ചർച്ചയിൽ വരും. പക്ഷെ ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പിൽ എന്ന് പറയുമ്പോൾ ഡൊപ്പാമിൻ ഇഫക്റ്റ് കൂടിയൊക്കെ വരുന്നതുകൊണ്ട് ഇറ്റ്സ് വെരി സ്മൂത്ത് ആൻഡ് ഹാപ്പി. ഇത് പേഴ്സൺ സ്റ്റാൻഡിങ് കൊണ്ട് അതേഴ്സ് ഇറ്റ്സ് വെരി ഹാപ്പി. പ്രത്യേകിച്ചും ഇഷ്യൂസിലൂടെ കടന്നു പോകുന്ന പേഴ്സൺസ് ആകുമ്പം അവരെ സൂത്തൻ ചെയ്യാൻ ഈ ഡൊപ്പാമിൻ ഇഫക്റ്റ് കൊണ്ട് പറ്റും. അപ്പം അങ്ങനെ ഈ കുട്ടി ഡൊപ്പാമിൻ ഇഫക്റ്റിലായി. പക്ഷെ ഈ ഡൊപ്പാമിൻ എന്തോ കുഴപ്പം എന്താണ്, ഇപ്പൊ നമ്മൾ പലപ്പോഴും പല സ്ത്രീകളും ചിന്തിക്കാറുണ്ട്. നമ്മളെടുത്തപ്പോ തന്നെ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന പല സ്ത്രീകളും ചോദിക്കും, ഡോക്ടറെ അവര് തമ്മിൽ മറ്റേ നടന്നോ. പക്ഷെ മറ്റേ നടന്നതിനേക്കാളും പ്രശ്നമാണ് ഇമോഷണൽ ലോക്കിംഗ്. ദാറ്റ്സ് വെരി 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 ഡിഫിക്കൽട്ട്. ഭയങ്കര ഇമ്പോർട്ടന്റ് ഇമോഷണൽ ലോക്കിംഗ്. അതായത് ഇമോഷണൽ ലോക്കിംഗ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചില ആൾക്കാരെയൊക്കെ കാണാറുണ്ട്. അതായത് ഇപ്പൊ ചില മെയിൽസ് വിമണൈസേഴ്സ്. അപ്പൊ അവനൊരു വിമണൈസർ ആണ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് പേഴ്സൺസ് എന്താ കുഴപ്പം, ഈ ഡൊപ്പാമിൻ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണ്, 1.5 വർഷം കഴിയുമ്പോൾ വിഡ്രോവൽ ആവും, അത് തിരിച്ചു പിടിക്കും, ഡൊപ്പാമിൻ പോവും. അത് മാക്സിമം ഒരു 1.5 years വരെ നിൽക്കുള്ളൂ ഡൊപ്പാമിൻ ഇഫക്റ്റ്. അപ്പൊ എന്താ സംഭവിക്കുക, അത് ആഫ്റ്റർ ദാറ്റ് ഡൊപ്പാമിൻ സ്പൈക്ക് വിൽ ഡിക്ലൈൻ. അപ്പൊ എന്ത് സംഭവിക്കും, ആ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിനകത്ത് വലിയ സുഖം തോന്നത്തില്ല. അതാണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പൊ അതേപോലെ ഇവിടെ എന്ത് സംഭവിച്ചു, ദേ സ്റ്റാർട്ടഡ് ദി സെക്ഷൽ റിലേഷൻഷിപ്പ്. ഇറ്റ്സ് എ ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ് ത്രൂ ചാറ്റിംഗ്, സെൻഡിങ് വീഡിയോസ്, സെൻഡിങ് ഫോട്ടോസ്, അങ്ങനെ ആയി. പക്ഷെ വാട്ട് ഷീ ഈസ് ഹോൾഡിംഗ് ഇൻ ഹിസ് മൈൻഡ് ഇസ് ദാറ്റ് പക്ഷെ അവരുടെ മൈൻഡിനെ കൺവിൻസ് ചെയ്യിക്കണമല്ലോ. അപ്പൊ അവര് പറയുന്നത് ഐ ആം നോട്ട് ഹാവിംഗ് എനി ഫിസിക്കൽ റിലേഷൻഷിപ്പ്, ഐ എം ജസ്റ്റ് ഹാവിംഗ് ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ്, ദിസ് ഇസ് നോട്ട് റോങ്. അങ്ങനെ ആയിരിക്കും ചില സ്ത്രീകൾ ചിന്തിക്കുന്നത്. ചില ആൾക്കാർക്ക് അത് തെറ്റായിട്ട് തോന്നില്ല. അപ്പൊ ഇവർക്ക് അങ്ങനെ
തെറ്റായിട്ട് തോന്നിയില്ല. സോ ദാറ്റ് വാസ് ദ കേസ്. പക്ഷെ എന്ത് സംഭവിച്ചു? സംഭവം മൊത്തം പൊളിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പൊളിറ്റിക്കൽ ഒരു പേഴ്സൺ ആയതുകൊണ്ട് എപ്പോഴും പൊളിറ്റിക്സിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഓപ്പോസിറ്റ് ശത്രുക്കൾ ഉണ്ടാവും. അപ്പൊ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുമായിട്ടുള്ള ഈ കാര്യം മൊത്തവും ഇങ്ങനെയുടെ ശത്രുക്കള് ഈ കുട്ടിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു കൊടുത്തു ദാറ്റ് യുവർ വൈഫ് ഇസ് ഓൾവേസ് ട്രാവലിംഗ് ദിസ് വിത്ത് ദാറ്റ് മാൻ, എപ്പോഴും കാറിനകത്ത് ഒരുമിച്ച് സഞ്ചരിക്കുന്നു, എവിടെ നോക്കിയാലും ഇവർ രണ്ടുപേരും കാണാനൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് വിളിച്ച് പറഞ്ഞു കൊടുത്തതിന് ശേഷം പുള്ളി ഓൾറെഡി ഹി വാസ് എ സസ്പീഷ്യസ് പേഴ്സൺ. ഒന്നാമതേ സംശയ രോഗിയാണ് അയാള്. അപ്പം അങ്ങനത്തെ ഒരു പേഴ്സൺ എടുത്ത് ഇങ്ങനത്തെ ഒരു കഥയും കൂടെ ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് കുളമായി. പുള്ളി എന്ത് ചെയ്ത് ആ പഴയ കേസ് തൊട്ടേ പുള്ളി പറയാൻ തുടങ്ങി, ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ താഴെ കാർപോർച്ച് നിൽക്കുകയായിരുന്നു, അപ്പം നീ അകത്ത് മെയിൽസിനെ കയറ്റിക്കൊണ്ട് പോയില്ലേ, ആ പയ്യൻ അവിടെ കയറി 1 മണിക്കൂർ വരെ ഇരുന്നിട്ട് ഇറങ്ങിപ്പോന്ന് ഞാൻ താഴെ നിന്ന് കണ്ടു, ഞാൻ പക്ഷെ നിന്നോട് പറഞ്ഞില്ല, പക്ഷെ നീ നിന്റെ സഹോദരനോട് വിളിച്ചു ചോദിക്കുക, അവരോട് ഞാൻ പറഞ്ഞു, എന്റെ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു. എപ്പോഴത്തേക്കാണ് ഈ കുട്ടി ഷോക്ക് അടിച്ചു പോയത്. കാരണം ഈ കൊച്ചു വിചാരിച്ച എന്തുവാ, ഇതൊന്നും ഹസ്ബൻഡ് ഒരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല, കാരണം ഞാൻ എറണാകുളത്തല്ലേ ഉള്ളത്, അവിടെ എങ്ങനെ ഇത് അറിയും, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഒരിക്കലും ലീക്ക് ആവൂല എന്നുള്ള അമിത കോൺഫിഡൻസ് ചീറ്റിപ്പോയി. അപ്പോൾ പുള്ളിക്കാരൻ അറിഞ്ഞു, ഭയങ്കര പ്രശ്നമായി. വാട്ട് ഹീ ഡിഡ് വാസ്, പുള്ളിക്കാരൻ എല്ലാ കമ്മ്യൂണിക്കേഷനും സ്റ്റോപ്പ് ചെയ്തിട്ട്, പക്ഷെ ഇതിനിടയ്ക്ക് വെച്ച് വേറൊരു കാര്യം ഈ കുട്ടി കാണിച്ചു. എന്താണ്, വീട് വെച്ച് പാല് കാച്ചിന് ഇയാള് ഫാമിലിയായിട്ടാ വന്ന് ഇവിടെ താമസിക്കാൻ 2-3 ദിവസം ഇവരുടെ പുതിയ വീട്ടിലപ്പോ ഇയാളെ കൊണ്ടുപോയി താമസിപ്പിച്ചു. അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് റീഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്, ആ കുട്ടിയുടെ ഫാമിലിയെ പോയെന്ന് വെച്ചാൽ പുള്ളി ഒട്ടും വിളിക്കത്തില്ല, കുട്ടികളുടെ കാര്യം മാത്രം വിളിച്ചു നോക്കും, കുട്ടികളുടെ സ്കൂളിൽ ഫീസ് അയച്ചു കൊടുക്കും, എല്ലാം ചെയ്യും. പുള്ളിക്കാരിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫുൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി കംപ്ലീറ്റ്ലി ലോക്ക്ഡായി. പുള്ളിക്കാരത്തിക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അയാളെ വിളിച്ച് മറ്റേ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന അയാളെയും വിളിച്ച് ഇയാൾ ഇതെല്ലാം ശരിക്കും വഴക്ക് കൊടുത്തു. അയാളുടെ ഭാര്യയും വിളിച്ച് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ് ഇയാളിങ്ങനെ എന്റെ വൈഫുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായി. അതെങ്ങനെ വന്നെന്ന് വെച്ചാൽ ഹി കെയിം ബാക്ക് ഫ്രം ദുബായ്. അവിടുന്ന് ഇയാൾ നാട്ടിൽ വന്നതിന് ശേഷം അപ്പോഴും ഇയാൾ ഭാര്യയോട് ഒരു സംശയവും പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ എന്ത് ചെയ്ത് ഇയാൾ പെട്ടെന്ന് ഫോൺ അടിച്ച് മാറ്റിയിട്ട് ആ ഫോൺ ഇങ്ങനെ അയാൾ എന്ത് ചെയ്ത, ഫോണിനകത്തുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അയാൾ ഹാക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് മെസ്സേജസ്, അത് ഫോണിൽ നിന്നാണോ സൈബറിൽ നിന്നാണോ എന്ന് അറിയത്തില്ല, മെസ്സേജസ് മൊത്തം ഇയാളുടെ കയ്യിൽ കിട്ടി. അങ്ങനെ കയ്യിൽ കിട്ടിയതിന് ശേഷം അയാൾക്ക് മനസ്സിലായി ഇവർ തമ്മിൽ സാമ്പത്തിക ട്രാൻസാക്ഷൻസ് ഉണ്ട്. അയാൾ ഇഷ്ടംപോലെ പൈസ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ലേഡിക്ക് ഒരുപാട് പൈസ അയാൾ കൊടുക്കുന്നു. അയാൾ ഭയങ്കര പണക്കാരൻ, അയാൾക്ക് പെട്രോൾ പമ്പൊക്കെ ഉള്ള ഭയങ്കര പണക്കാരൻ. അപ്പം എന്ത് ചെയ്ത് ആ വൈഫിനെ വിളിച്ച് എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു. അയാളുടെ വൈഫിനെ വിളിച്ച് പറഞ്ഞു കൊടുത്തു. പക്ഷെ അവർക്കിതൊരു പുത്തിരിയല്ല, അവർ ഇതുപോലെ ഒരുപാട് ഫോൺ കോൾസ് കേട്ട് മടുത്തിരിക്കുക. അപ്പൊ അവർക്കത് ഷോക്കൊന്നും അടിച്ചിട്ടില്ല. കാരണം സ്ഥിരം ദീസ് ടൈപ്പ് ഓഫ് കോൾസ് ആർ കമ്മിങ് ഫ്രം ഹിസ് ഓഫീസ്. സോ അയാൾ എന്താ ചോദിച്ചാൽ അയാൾ എപ്പോഴും ഇങ്ങനെ സംഭവിക്കുക. കാരണം ഈ ഇങ്ങനെ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിൽ അത് ലൂസർ വിൽ വിത്ത് എ വിമൻ ഉറപ്പാണ്. സ്ത്രീകളായിരിക്കും ഇതിനകത്ത് ഫൈനൽ ലൂസർ. ഇപ്പൊ കൂടെ നിൽക്കുന്ന ഹസ്ബൻഡ് പ്രതികരിക്കുന്നില്ല. ചില ആൾക്കാർ പറയും എന്റെ ഹസ്ബൻഡ് ഭയങ്കര ബ്രോഡ് മൈൻഡ് ആണ്, ഹി വോണ്ട് മേക്സ് എനി പ്രോബ്ലം ആൻഡ് സേ ഡോണ്ട് തിങ്ക് ജസ്റ്റ് ലൈക്ക്, ബിക്കോസ് അവർ ചിലപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കും. ഇഫ് യു ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ദേ വിൽ ബ്രിങ് ഇറ്റ് ഔട്ട് ആൻഡ് മേക്ക് പ്രോബ്ലംസ്. അപ്പം ഈ കേസിലും അത് തന്നെ സംഭവിച്ചു. ഭയങ്കര പ്രശ്നമായി. പുള്ളി വിളിക്കുന്നില്ല, പുള്ളി വിളിക്കാതെ പുള്ളി കമ്മ്യൂണിക്കേഷൻ മൊത്തം സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ മറ്റേ വിളിച്ച് തെറി പറഞ്ഞതോടുകൂടി അയാൾ എന്ത് ചെയ്തു, ഈ കൊച്ചിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തു. ഈ കൊച്ചിനെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ ഈ കുട്ടി കൊച്ചാകെ ഡിപ്രഷനിലായി. കുട്ടി ഫുഡ് കഴിക്കുന്നില്ല, പിന്നെ എങ്ങും പോകാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, ഒട്ടുമേ ഉറങ്ങുന്നില്ല. സോ ദാറ്റ് വാസ് എ കേസ്. അപ്പം ഇത് ഇങ്ങനൊരു കേസ് ആണ് എന്റെ മുന്നിലേക്ക് വന്നത്. അപ്പം നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതാണ് നമ്മുടെ ഇനി അടുത്തൊരു ടാർഗറ്റ്. ഓക്കെ, അപ്പൊ മെഡിസിൻ കൊടുക്കുന്നതാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? നമ്മൾ കൗൺസിലിംഗ് കേസസ് ഇപ്പൊ എല്ലാവർക്കും ഹോമിയോ ഡോക്ടേഴ്സിനൊക്കെ ഇഷ്ടം പോലെ കൗൺസിലിംഗ് കേസസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കേസസ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ചില കേസസിനത് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ കൗൺസിലർ എപ്പോഴും ശരിയും തെറ്റും ചൂണ്ടിക്കാണിക്കണം എന്നാണ് പറയുന്നത്, അല്ലെ? ഇതിൽ ആരാ ശരി ആരാ തെറ്റെന്നുള്ളത് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. പക്ഷെ ഇങ്ങനത്തെ കേസസിനകത്ത് എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ പോയാൽ എന്ത് സംഭവിക്കും? പെങ്കൊച്ചു വല്ലതും ചെയ്യും. ഷീ വിൽ കമ്മിറ്റ് സൂയിസൈഡ്, ഉറപ്പാണ്. അപ്പൊ ഐ വാച്ച്ഡ് വാട്ട് വാസ് ഹെർ റെസ്പോൺസ്. ഇത്രയും ക്രോണിക് ആയിട്ടൊരു ഇഷ്യൂയിലൂടെ പോയിരിക്കുന്ന ഒരാളിന്റെ റെസ്പോൺസ് എങ്ങനെ? ഞാൻ ഫസ്റ്റ് കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഐ ഫെൽറ്റ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ
ഈസ് ബിഹേവിങ് വെരി നൈസ്ലി. വളരെ സൗമ്യമായിട്ട് ആ കൊച്ചു സംസാരിക്കുന്നത്. ഇത്രയും സങ്കടം അതിന്റെ മനസ്സിൽ കിടപ്പുണ്ടെന്നും ഇത്രയും ഷോക്ക്ഡ് ആണെന്നും ഇത്രയും വിഷയങ്ങളുണ്ടെന്നും ഒന്നും നമുക്ക് അതിനോട് സംസാരിച്ച് തോന്നില്ല. ഷീ ഈസ് വെരി മൈൽഡ്. ഡോക്ടറെ ഡോക്ടറെ എന്ന് വിളിക്കുന്ന കേട്ടാൽ തന്നെ വിനു, നമുക്കിപ്പോ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പേഷ്യന്റിന് വോട്ടവർ നമ്മൾ ഉപയോഗിക്കുന്ന തന്ത്രവും മന്ത്രവും എന്തായാലും നമ്മുടെ മുന്നിലേക്ക് വന്നൊരു പേഷ്യന്റിനെ നേരെയാക്കി വിടുക. അവരുടെ ഫാമിലി ബ്രേക്ക് ആവാതിരിക്കാൻ നമുക്ക് അയാളെ കൗൺസിൽ ചെയ്യേണ്ടി വരും. സോ വാട്ട് ഐ സെഡ് വാസ് ദാറ്റ്, പക്ഷെ ഈ കേസിനകത്ത് ഈ കുട്ടി ചെയ്തത് ശരിയാണെന്ന് ഒരിക്കലും ന്യായീകരിക്കുന്ന ഒരാളല്ല ഞാൻ. ഭയങ്കര തെറ്റായിപ്പോ ചെയ്തു. വാട്ട് എവർ റീസൺ മേ ബി, അതിപ്പം എന്ത് കുന്തം കൊണ്ടായാലും ശരി, അയാളുമായിട്ട് അങ്ങനെ ഒരു ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ ഞാൻ ന്യായീകരിക്കുന്നില്ല. ഞാൻ ന്യായീകരിക്കുന്ന ആളെ അല്ല. ബട്ട് ഇങ്ങനത്തെ കേസസിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ന്യായവും ശരിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് നമ്മൾ ഇമോഷണലി പേഷ്യന്റ് കൂടെ നിൽക്കുകയാണ് വേണ്ടത്. കാരണം പേഷ്യന്റിനെ നമ്മൾ ഇമോഷണലി പേഷ്യന്റിനെ നമുക്ക് തിരിച്ച് നമ്മുടെ ബാലൻസിലേക്ക് കൊണ്ടുവന്നിട്ടേ നമുക്കത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് വാട്ട് യു ഡിഡ് വാസ് റോങ് എന്ന് കൺവിൻസ് ചെയ്യിക്കണമെങ്കിൽ പേഷ്യന്റ് കൺഫ്യൂസ് സ്റ്റേറ്റിലായിരിക്കും, പേഷ്യന്റ് ഡിപ്രഷനിലോട്ട് പോയി. കാരണം എന്താ, പഴയ ഒരു പഴഞ്ചൊല്ല് പറയുന്നത് പോലെ കഷത്തിരിക്കുന്നോട്ട് പോവുകയും ചെയ്ത് ഉത്തരത്തിരുന്ന് കിട്ടിയതുമില്ല. ആ അവസ്ഥയിലായിപ്പോയി ആ കുട്ടി. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വാട്ട് വി ക്യാൻ ഡു ഇസ് ദാറ്റ് we have to convince and make confident the patient. Patient പതുക്കെ കോൺഫിഡന്റ് ആക്കി കൊള്ളണം. സോ വാട്ട് ഐ സെഡ് വാസ് ദാറ്റ്, ഞാൻ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ, ഐ സെഡ് വാട്ട് ഐ സെഡ് വാസ് ദിസ്, സീ യുവർ ഹസ്ബൻഡ് ഇസ് സസ്പിഷ്യസ്. നിങ്ങളിപ്പോ ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പിന്റെ കാര്യം പറഞ്ഞാലും ഇപ്പൊ യു ആർ എ ഹ്യൂമൻ ബീയിങ്. അപ്പം നിങ്ങളൊരു ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പം നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എവിടെ കിട്ടിയാലും മനസ്സെന്ന് പറയുന്ന സാധനത്തിന് എപ്പോഴും ഹാപ്പിനെസ് ആണ് വേണ്ടത്, അല്ലെ? അപ്പൊ ഒരു തരത്തിലും ഒരാളെ ഗ്രാറ്റിഫൈ ചെയ്യാതെ എപ്പോഴും ബ്ലെയിം ചെയ്ത് എപ്പോഴും കുറ്റം പറഞ്ഞ് ആളുടെ മുഖത്തോട്ട് പോലും നോക്കത്തില്ല. നാട്ടില് 6 മാസം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ ഷീ ഈസ് നോട്ട് ഈവൻ ലുക്കിംഗ് അറ്റ് ഹെർ ഫേസ്. വാട്ട് യു നീഡ് ഈസ് ഓൺലി സെക്സ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു പേഴ്സണിന്റെ അടുത്ത് എങ്ങനെയായിരിക്കും ഒരു ഹ്യൂമൻ ബീങ്? അത് ഈ കുട്ടിയിൽ ഏത് കുട്ടിയാണെങ്കിലും ചിലപ്പം ഈ പറഞ്ഞ ദേ വിൽ ഗോ ടു ഡിവോഴ്സ് ഓർ ബ്രേക്കപ്പ് ദ റിലേഷൻഷിപ്പ്. പക്ഷേ ഈ കൊച്ചിന് ബ്രേക്കപ്പ് റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനുള്ള ധൈര്യവും ഈ കുട്ടിക്ക് ഇല്ല. ഓക്കെ, ആൻഡ് വാട്ട് ഐ സോ വാസ് ഷീ വാസ് സോ സ്വീറ്റ് പേഴ്സൺ. ഭയങ്കര സ്വീറ്റ് ആയിട്ടേ സംസാരിക്കത്തുള്ളൂ. ഡോക്ടറെ ഞാനിങ്ങനെ ചെയ്തു ഡോക്ടറെ, ബട്ട് ഐ നോ വാട്ട് ഐ ഡിഡ് ഇസ് നോട്ട് റൈറ്റ്, പക്ഷേ ചെയ്തു പോയി എന്നാ കുട്ടി പറയുന്നത്. സോ ദാറ്റ് വാസ് എ കേസ്. അപ്പം ഇങ്ങനത്തെ കേസിന് ഇങ്ങനെ ഒരു പ്രസന്റേഷൻ ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. ഇമോഷണലി ഒന്ന് സ്റ്റേബിൾ ആക്കി വെച്ചിട്ട് ഐ ആസ്ക്ഡ് വെദർ യു ഫീൽ, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ സെക്ഷൽ ഇന്റർകോഴ്സ് പറ്റില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. Then why you are not doesn't want sexual relationship with your husband, and what do you mean by making a sexual relationship with another person which is, അപ്പൊ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പുള്ളിക്കാരത്തെ പറഞ്ഞു വെച്ചാൽ, ഡോക്ടറെ അതിന് എനിക്ക് ഇന്റർകോഴ്സ് പറ്റത്തില്ല ഡോക്ടറെ. ഐ ക്യാൻ ഓൺലി ഹാവ് ദിസ് ടൈപ്പ് ഓഫ് സെക്ഷൽ എന്താ പറയുക, this type of masturbations and only after seeing something, and I'm a porn addict. I used to see a lot of porn videos and I just masturbate. എനിക്ക് അതേ പറ്റുള്ളൂ because my uterus is, I can't go for an intercourse. It's very painful to me. So that's the case. And I'm having vaginal dryness and all that. So that was the case. അപ്പൊ ഞാൻ ഇനി വേറെ ഫിസിക്കൽ സിംറ്റംസ് വല്ലതും ഉണ്ടോ എന്ന് നോക്കുന്നത്. നമുക്ക് വലിയ കാര്യമായിട്ടുള്ള ഫിസിക്കൽ സിംറ്റംസ് ഒന്നും കിട്ടുന്നുമില്ല. സോ ലെറ്റ് മീ സീ ഹൗ വി റെസ്പോണ്ട്. അപ്പൊ ഞാൻ പുള്ളിക്കാരത്തോട് ചോദിച്ചു, നിങ്ങളെ ഇത്രയും ഇങ്ങനെ പ്രണയമാണെന്ന് പറഞ്ഞ് പുറകെ വന്നു ഇങ്ങനെയൊക്കെ നടത്തിയിട്ട് ആ പോയ പേഴ്സണോട് നിങ്ങൾക്കൊരു റിവെഞ്ച് ഇല്ലേ? യു ഡോണ്ട് വാണ്ട് ടു റിവെഞ്ച് ഓൺ ദാറ്റ് പേഴ്സൺ. അപ്പൊ കൊച്ചു പറഞ്ഞു, ഡോക്ടറെ എനിക്ക് അങ്ങനെ റിവെഞ്ച് ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മളെ രണ്ടുപേരും തുല്യ കുറ്റക്കാരല്ലേ, പിന്നെ ഞാൻ എന്തിനാണ് അയാളോട് റിവെഞ്ച് വെക്കുന്നത്? എനിക്ക് അയാളോട് റിവെഞ്ച് ഒന്നുമില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കുറ്റബോധം തോന്നുന്നുണ്ടോ? ഇങ്ങനെ ഹസ്ബൻഡിനെ പറ്റിച്ചു എന്ന കാര്യത്തിൽ കുറ്റബോധം തോന്നുന്നുണ്ടോ? അപ്പൊ എന്നോട് പറയില്ല ഡോക്ടർ, എനിക്ക് കുറ്റബോധം തോന്നുന്നില്ല. ഞാൻ ചോദിച്ചാ ഈ ചെയ്തത് ശരിയാണെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ആൻഡ് വാട്ട് ഷീ സെഡ് വാസ് ദാറ്റ്, ഡോക്ടറെ ചെയ്തത് ശരിയാണോ അല്ലയോ എന്നൊന്നും അല്ല, ഇറ്റ് വാസ് മൈ നീഡ്. എനിക്ക് അതൊരു ആവശ്യമായിരുന്നു. കാരണം വിത്തൗട്ട് ദാറ്റ് ഐ കാൺ മൂവ് ഫോർവേഡ്. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു. എന്റെ ഇമോഷണൽ സാധനങ്ങളെ ഷീസ് ജസ്റ്റ് ആർഗ്യൂയിങ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഹസ്ബൻഡ് ആദ്യത്തെ ഒരു പേഴ്സണെ വിളിച്ച് വീട്ടിൽ കയറ്റിയപ്പോ എല്ലാവരോടും പറഞ്ഞ കാര്യം പിന്നെ നിങ്ങൾ അറിഞ്ഞോ? എപ്പോഴാ അറിഞ്ഞത്? അത് ഷീസ് ഞാൻ അറിഞ്ഞു ഡോക്ടറെ. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അയാളോട് ചോദിക്കാൻ പാടില്ലായിരുന്നു ഇത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ അത് കൺവിൻസ് ചെയ്യും? ഡോക്ടറെ എനിക്ക് അത് എന്റെ ഹസ്ബൻഡ് ചെയ്ത് തെറ്റാന്ന് എനിക്ക് അറിയാം, ബട്ട് ഐ എം നോട്ട് പവർഫുൾ ടു കോൺട്രഡിക്ട് മൈ ഹസ്ബൻഡ്. എനിക്ക് അതിന് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു ആളല്ല ഞാൻ. എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. സോ ഐ ഡിഡ്ന്റ് ആസ്ക് ഹിം അബൌട്ട് ദാറ്റ്.
എനിക്കറിയാം ഞാൻ തെറ്റ് ചെയ്ത്, എന്റെ മക്കളെല്ലാം സാക്ഷിയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചതെന്ന് വെച്ചാൽ, ഇത്രയും ഒരു ഹസ്ബൻഡ് ഇങ്ങനെ ആള് പഠിക്കാനായിട്ട് ആ കൊതും 12 വയസ്സുള്ളപ്പോൾ ഒരു കുട്ടി പഠിക്കാൻ വന്ന കൊച്ചിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് വൈ ഷീസ്. അപ്പൊ പുള്ളിക്കാരത്തി പെട്ടെന്ന് പറഞ്ഞു വെച്ചാൽ, ഡോക്ടർ അത് കാണിക്കുന്ന അന്യായമാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് അതിന് പ്രതികരിക്കാനുള്ള ശക്തി എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ കേസിനകത്തൊക്കെ നമ്മൾ പല ഡ്രഗ് നമ്മുടെ മൈൻഡിലോട്ട് കടന്നു പോകാം. എന്തൊക്കെ നമുക്ക് പല ഡ്രഗ്സ് ഇതിനകത്ത് നിന്ന് ഇങ്ങനെ കമ്പയർ ചെയ്ത് വരും. അത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഭയങ്കര മൈൽഡ് ആയിട്ടൊരു പേഴ്സൺ ആണ്, ഷീസ് ഓൾസോ ഈൽഡിങ് പേഴ്സൺ. അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരു ഹസ്ബൻഡിനോടോ അല്ലെ ലവറിനോടോ ദേഷ്യമോ വൈരാഗ്യമോ ആണ് അവിടെ തോന്നേണ്ടത്. പക്ഷെ ഈ കൊച്ചിന് രണ്ടുപേരോടും ദേഷ്യമില്ല, വൈരാഗ്യവും. പിന്നെ ഇങ്ങനെ ഒരു പൊസിഷൻ നിൽക്കുന്ന ഒരു പേഴ്സണ് ഇപ്പൊ ദേഷ്യമോ വൈരാഗ്യമോ വല്ല ഉണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ലോട്ട് ഓഫ് മെഡിസിൻസ്. നൈട്രിക് ആസിഡിനെ പറ്റി ചിന്തിക്കാം. അത് വൈരാഗ്യം എന്ന് പറയുമ്പോൾ നൈട്രിക് ആസിഡ് എന്നുള്ളതല്ല, നാട്രമൂറിനെ പറ്റി ചിന്തിക്കാം. വൈരാഗ്യമാണെങ്കിൽ നമുക്ക് നാട്രമൂറിനെ പറ്റി ചിന്തിക്കാം. നാട്രമൂർ എങ്ങനെയാവും? ഇറിറ്റബിൾ ആവും. പക്ഷെ ഇറിറ്റബിൾ അല്ല, കൊച്ചു സ്വീറ്റ് ആണ്. അപ്പൊ ഇത് സ്വീറ്റ് ആണോ ഈൽഡിംഗ് ആണോ നമ്മൾ വീണ്ടും മുറിച്ചു നോക്കണം. ഇത് ഈൽഡിംഗ് ആയിട്ട് എന്ത് പറഞ്ഞാലും നോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണോ, അതോ പിന്നെ ദാറ്റ് മീൻസ് വെദർ ഇറ്റ്സ് മൈൽഡ് ആൻഡ് ഈൽഡിംഗ് ആണോ, അതല്ല ഈ കുട്ടിക്ക് പ്രതികരിക്കാൻ പറ്റാത്തതാണോ? സോ വാട്ട് ഐ ഫൗണ്ട്, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത കാര്യം, ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യാൻ പറയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമോ? അപ്പോൾ ഐ വിൽ ആർഗ്യൂ ഫോർ ദാറ്റ്. ഇഫ് ഐ കാൺ ഡു ഇറ്റ് ഐ വിൽ സേ ബോൾഡ്ലി എനിക്ക് പറ്റില്ല എന്ന് ഞാൻ പറയും. പക്ഷെ ഇവിടെ ഞാൻ സ്നേഹത്തിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടുപോയി. കാരണം എന്താ വെച്ചാൽ ഡോക്ടറെ, എനിക്ക് ഒരു പ്രണയം തോന്നിയിട്ടുള്ളവരാരും എന്നെ തിരിച്ച് പ്രണയിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇയാൾ എന്നെക്കാട്ടി 10-15 വയസ്സിന് മൂപ്പുള്ള ആളാ, എൽഡർ. അപ്പൊ എന്നിട്ട് പോലും ഞാൻ ഈ പേഴ്സൻറ്റേജ് വീണുപോയെന്ന് വെച്ചാൽ, എനിക്ക് ആ നഷ്ടപ്പെട്ട പ്രണയങ്ങളെല്ലാം എനിക്ക് ഇയാളിൽ കൂടെ കിട്ടിയിരുന്നു ഡോക്ടറെ. ഞങ്ങൾ തമ്മിൽ വളരെ കുറച്ച് നാളെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, 4 മാസം എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ 4 മാസം കൊണ്ട് അയാൾ തന്ന കുറെ മെമ്മറീസ് ഉണ്ട്. ആൻഡ് അവിടെ ഈ ഒരു ടൈപ്പ് ബ്രെയിൻ സെറ്റപ്പും ഞാൻ ഈ പറയുന്ന ഡ്രഗിന്റെ ആണ്. അതായത് മനസ്സ് പറയുന്നിടത്ത് വിട്ടുകളയും, ബുദ്ധി കൊണ്ട് കൺട്രോൾ ചെയ്യത്തില്ല. അതാണ് എന്റെ പ്രത്യേകത. ഇത് 2 ഡ്രഗിനാണ് ഈ കുഴപ്പമുള്ളത്. ഇപ്പം നമ്മള് എന്താണ് ഈ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യാൻ പാടില്ല. സോ സൊസൈറ്റി ഇസ് ദെയർ, വി ഹാവ് സം നോംസ്. ആ നോംസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന് ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം ഇല്ലാത്ത കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. അത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മെയിൻലി ദർ ആർ 2 ഡ്രഗ്സ്, അതായത് സ്റ്റാഫിസാഗ്രിയ ആൻഡ് തൂജ. ഇതില് തൂജ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല്, തൂജക്ക് ഇപ്പം ഈ തൂജ പൊതുവെ ഒരു കണ്ണിങ് പേഴ്സണാലിറ്റി ആണ്. തൂജ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൂജ ആരെങ്കിലുമായിട്ട് ഈ പറഞ്ഞ പോലത്തെ ഇല്ലിസിറ്റ് റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇമ്മോറൽ റിലേഷൻഷിപ്സ് ഉണ്ടെങ്കിൽ, തൂജയ്ക്ക് ഒരിക്കലും ഒരു കുറ്റബോധവും ഇല്ല. തൂജ ഒരിക്കലും സങ്കടപ്പെടത്തില്ല. പിടിച്ചാലും തൂജയ്ക്ക് സ്കൂട്ടാവാൻ നല്ല ബുദ്ധി ഉണ്ടാവും. അത്ര കണ്ണിങ് ആണ് തൂജ. ആൻഡ് ഡസന്റ് ഹാവ് എനി ഗിൽറ്റി ഫീലിംഗ് ഫോർ ദാറ്റ്. അപ്പൊ ഈ കേസിനകത്ത് ഈ കുട്ടിയോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ ചെയ്തതിനകത്ത് പശ്ചാത്താപം ഉണ്ടോ? ഇങ്ങനെ ചെയ്ത തെറ്റാണെന്നോ അല്ലെ പശ്ചാത്താപമോ ഉണ്ടോ? അപ്പൊ കുട്ടി എന്നോട് പറഞ്ഞ പശ്ചാത്താപം ഉണ്ട് ഡോക്ടർ. ഒരു പോയിന്റ്, എന്റെ മക്കള് നാളെ തിരിഞ്ഞു നിന്ന് എന്റെ അടുത്ത് അമ്മ എന്തിനാ ഇങ്ങനെ ചെയ്തത്, ബിക്കോസ് ഈ ഹസ്ബൻഡ് മകനെ വിളിച്ച് ഈ കാര്യം എല്ലാം പറഞ്ഞു, വിത്ത് പ്രൂഫ്സ് കാണിച്ചു കൊടുത്തു. അപ്പം മകൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞുകൊണ്ട് നാളെ എന്റെ മക്കൾ എന്നോട് തിരിഞ്ഞു നിന്നൊരു ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരവില്ല ഡോക്ടറെ. ഞാൻ അത് നിങ്ങൾ അവരോട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണോ, അതോ നിങ്ങൾക്ക് കുറ്റബോധമുണ്ടോ? ആ പുള്ളിക്കാരത്തെ എന്നോട് പറഞ്ഞ കാര്യം, കുറ്റബോധം ഉണ്ട് ഡോക്ടറെ, ഇൻ ദ സെൻസ് ടു മൈ ചിൽഡ്രൻ ആൻഡ് നോട്ട് ടു മൈ ഹസ്ബൻഡ്. എന്റെ ഹസ്ബൻഡ് എന്നോട് കാണിച്ച ക്രൂവൽറ്റിക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കൊച്ചു എന്നോട് പറഞ്ഞു വെച്ചാൽ, ഹീസ് വെരി ഹാർഡ് ഇൻ ദ സെക്ഷൽ ബിഹേവിയർ. എന്നുവെച്ചാൽ ഈ കുട്ടിക്ക് ഇന്റർകോഴ്സ് ചെയ്തിട്ട് ബ്ലീഡിങ് വന്നാൽ പോലും ഹി വോണ്ട് ലെറ്റ് ഹർ ഗോ. സച്ച് ക്രൂവൽറ്റി. ഇത് പേടിച്ചിട്ട് ഈ പുള്ളിയെ വെറുപ്പിക്കേണ്ടെന്ന് കരുതി, പിണക്കണ്ടെന്ന് കരുതി അങ്ങനെ ടോർച്ചറിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗവും, ഇപ്പുറത്ത് നിറയെ സ്നേഹം കൊടുക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പുറത്തും. പക്ഷെ അതിപ്പം ഈ പേഴ്സൺ, ഇതിപ്പം അതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുന്നത്, ആ വന്ന പേഴ്സന്റെ ആ പ്രത്യേകതകൾ പോലെ ഇരിക്കും. നമ്മള് സ്ത്രീകളെ കുറ്റപ്പെടുത്തുമ്പോ അല്ലെങ്കിൽ പുരുഷന്മാരെ കുറ്റപ്പെടുത്തുമ്പോ ആരായാലും, ഐ എം നോട്ട് ബ്ലെയിമിങ് ഫോർ ദ വിമൻ ഓർ ദ മെയിൽ, ആരായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൺ ഇപ്പൊ ചിലപ്പോ ഈ ചില ആൾക്കാർ പറയും അയാൾ ഭയങ്കര ടോക്സിക്കാ. അതുപോലെ ചില ഹസ്ബൻഡ് കമന്റ് സീ മൈ വൈഫ് ഇസ് വെരി ടോക്സിക്. ഈ ടോക്സിക് എന്ന് പറയുമ്പോൾ അങ്ങ് എളുപ്പമോ, പക്ഷെ ടോക്സിക് പേഴ്സണാലിറ്റിയിലോട്ട് ഒരു പേഴ്സൺ എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ഓരോ ട്രോമാസ് മേക്ക് എ പേഴ്സൺ ടോക്സിക് ആയിരിക്കാം.
ചിലപ്പോൾ അതായിരിക്കാം ഈ പറഞ്ഞ പോലെ ആ പേഴ്സൺ പിന്നീട് നമ്മുടെ പാർട്ണറിനോട് കാണിക്കുന്ന ടോക്സിസിറ്റിയുടെ കാരണം ദേ വെന്റ് ത്രൂ ലോട്ട് ഓഫ് ഇമോഷണൽ ട്രോമസ് അറ്റ് യങ് ഡേയ്സ്. ചിലപ്പോൾ അതായിരിക്കാം റീസൺ. അപ്പം ഈ കേസിനകത്ത് ഷീസ് ഹാവിംഗ് ദി ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്. ഷീസ് ഹാവിംഗ് ദ കുറ്റബോധം ഉണ്ടെന്നാണ് പറയുന്നത് എൻ്റെ അടുത്ത്. ആൻഡ് പിന്നെ പോൺ അഡിക്ഷൻ. പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് ലീഡിംഗ് പോയിന്റ് ടു ദ ഡ്രഗ്, പോൺ അഡിക്ഷൻ. തേർഡ് പോയിന്റ് ഷീസ് ഫേവറിംഗ് അല്ലെങ്കിൽ ഷീസ് ലൈക്ലി ടു ഹാവ് ദീസ് ടൈപ്പ് ഓഫ് ഡിസ്റ്റന്റ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് പുള്ളിക്കാരത്തെ ആഗ്രഹിക്കുന്നത്. ഇഫ് ഇറ്റ് ഇസ് എ തൂജ ദേ വിൽ ഗോ ടു ദ ഡയറക്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ്. ബട്ട് ഈ സ്റ്റാഫിസാഗറി ആകുമ്പോൾ എങ്ങനെയായിരിക്കും, ദേ വോണ്ട് ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പിനായിരിക്കും കൂടുതൽ, ഇന്റർകോഴ്സിനോട് വലിയ താല്പര്യമില്ല. എപ്പോഴും നമ്മൾ ചില വൈഫുമാർ വന്ന് പറയും നമ്മുടെ അടുത്തൊന്ന് ബ്ലെയിം ചെയ്യും, ഓ ഡോക്ടറെ എന്റെ ഹസ്ബൻഡിന് ഭയങ്കര മറ്റേ സൂക്കേട് കൂടുതലാ, എന്തെങ്കിലും മെഡിസിൻ കൊടുത്ത് പുള്ളി ഒന്ന് കൺട്രോൾ ചെയ്യും. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇഫ് സം മെയിൽസ് സൈക്കോളജിക്കലി നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ കാണാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ കുറേ പെണ്ണുങ്ങളടുത്ത് ഇങ്ങനെ ഓടി നടക്കുന്ന മെയിൽസ് സെക്ഷലി സ്ട്രോങ് ആയിരിക്കത്തില്ലെന്നാണ് നമ്മൾ കൗൺസിലേഴ്സിന്റെ സൈക്കോളജിസ്റ്റുമാരുടെ ഒരു വീക്ഷണം. അതായത് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഫിനോട് ആവശ്യമില്ലാതെ പിണക്കം, ആവശ്യമില്ലാത്ത ഇഷ്യൂസ് വൈഫായിട്ട് ഉണ്ടാക്കുന്ന പേഴ്സൺസ് ആണെങ്കിൽ പ്രോബബ്ലി ദേ നോട്ട് ബി സെക്ഷലി സ്ട്രോങ്. അതുപോലെ ആൽക്കഹോൾ അടിച്ചിട്ട് കൂടുതൽ ബഹളം കാണിക്കുന്ന ആൾക്കാരും ഐ നോ സം മെയിൽസ് അവർ ഭയങ്കര നോർമൽ ആയിട്ടിരിക്കും, രാത്രി 7 മണി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വയലന്റ് ആവും. എന്തിനാ? ബിക്കോസ് ഹി കാൺ ഗ്രാറ്റിഫൈ ദ വൈഫിനെ ഗ്രാറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ വൈഫിന് ശ്രദ്ധയെ തിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും ഈ ഷോ ഒക്കെ കാണിക്കുന്നത്. അതേപോലെ ഈ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സുമായിട്ട് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരും they have least power for this intercourse. അതുപോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒക്കെ ഉള്ളവർക്കാണ്, ഇഡി ഉള്ളവർക്കാണ് മോർ പ്രോൺ ടു ദിസ് ടൈപ്പ് ഓഫ് കാണാറുള്ള ഇങ്ങനെയാണ്. അപ്പൊ ഈ കേസിനകത്ത് ഈ കുട്ടി ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം ഇതിനകത്ത് നമുക്കിപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് വെച്ച് തന്നെ എല്ലാവർക്കും ഡ്രഗ് കിട്ടിക്കാണും. നൺ അതർ ദാൻ സ്റ്റാഫിസാഗ്രിയ. പക്ഷേ ഞാൻ ആദ്യത്തെ ഡോസിൽ പൾസാരില 1 കൊടുത്തു. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇസ് എ കേസ് ഓപ്പൺഡ് ആയിട്ട്, അതായത് ഇതുപോലെ ഇത്രയും ഒരു ക്രൈസിസിൽ കൂടെ പോകുന്ന ഒരാള് ഇപ്പൊ think of the other drugs. If it's Pulsatilla, what is it? She'll start crying. She's not crying. Constitutional medicine Pulsatilla അല്ല അത്. Okay? Then emotionally instability ഉണ്ട് ഈ കൊച്ചിന്. Emotional instability ഉള്ള ഡ്രഗ്സ് ഒരുപാടുണ്ട്. It's Pulsatilla, it's Staphysagria, it's Ignatia. എല്ലാം ഇമോഷണലി അൺസ്റ്റെബിലിറ്റി ഉള്ള ഇതാണ്. Sleeplessness, once again, think of it. Sleeplessness is having mood changes. ചിലപ്പോൾ ഇത് തന്നെ പറയുന്നുണ്ട്, ഡോക്ടർ എനിക്ക് വട്ടായി പോകും തോന്നുന്നുണ്ട്, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ദാറ്റ് ഷിഫ്റ്റിംഗ് ഓഫ് മൂഡ്സ് ഭയങ്കര കൂടുതലുള്ള ഡ്രഗാണ് സ്റ്റാഫിസാഗ്രിയ. ഹോർമോണെ ബാലൻസ് ചെയ്യാനായിട്ട് സ്റ്റാഫിസാഗ്രിയക്ക് നല്ലൊരു പവറുള്ള ഡ്രഗാണ്. ബാലൻസസ് ദി ഹോർമോൺ ലെവൽ ഓഫ് ദ, പ്രത്യേകിച്ചും സ്ത്രീകളിൽ നന്നായിട്ട് ആക്ഷനുള്ള ഡ്രഗാണ് സ്റ്റാഫിസാഗ്രിയ. അപ്പം എന്താറ്റ് പിന്നെ ഷീസ് പ്രോൺ ടു മാസ്റ്റർബേഷൻ, അതാണ് അടുത്തൊരു കാര്യം. അപ്പൊ ഈ ഒരു ഫേസ് ഇറ്റ്സ് നാട്രമൂർ ആണെങ്കിൽ എന്തായിരിക്കും, ഭയങ്കര ഇറിറ്റബിൾ. ഷീസ് നോട്ട് ഇറിറ്റബിൾ, ഷീസ് സ്റ്റിൽ സ്വീറ്റ്. ഭയങ്കര സ്വീറ്റ് ആയിട്ടാ കുട്ടി സംസാരിക്കുന്നത്. ഇറ്റ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്, ഐ നോ ഇറ്റ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. അത് ആ മറ്റേ പ്രശ്നം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഐ നോ ഡോക്ടർ, ഐ തിങ്ക് ഇറ്റ് ഓൾ ഹാപ്പൻ, ഇറ്റ്സ് ട്രൂ എന്ന് ആ കുട്ടി അംഗീകരിക്കുന്നുണ്ട്. ബട്ട് ബിഹേവിംഗ് നമ്മളോട് വളരെ മാന്യമായ രീതിയിൽ സൗമ്യമായിട്ട് ആ കുട്ടി സംസാരിക്കുന്നത്. മക്കളോട് വളരെയധികം സ്നേഹമുണ്ട്. ആൻഡ് നമ്മൾ ഇതിനകത്ത് കണ്ടൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മള് ഇഫ് ഇറ്റ് ഇസ് എ നാട്രമൂർ പേഴ്സണാലിറ്റിയാണ്. ഇപ്പൊ സ്വീറ്റ് ആട്ടെന്ന് പറഞ്ഞാൽ നാട്രമൂർ ഇറിറ്റബിൾ പേഴ്സണാലിറ്റിയാണ്. പക്ഷെ നാട്രമൂർ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊച്ചി ഇപ്പോഴും എല്ലാ സൗഹൃദങ്ങളെയും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നാട്രമൂർ എങ്ങനെയായിരിക്കും, ഒരു ഇമോഷണൽ ഷോക്ക് കിട്ടിക്കഴിഞ്ഞാൽ മേക്ക് എ വോൾ ആൻഡ് ഡോണ്ട് അലൗ എനിവൺ ടു എൻ്റർ ഇൻസൈഡ്. ദാറ്റ്സ് നാട്രമൂർ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഷീ ഈസ് ഗിവിംഗ് സ്പേസ്. ആർക്ക്, ഈ പറഞ്ഞ ബാക്കിയുള്ളവർക്കും കൂടെ എല്ലാവരെയും പുള്ളിക്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ തന്നെ ശ്രമിക്കുന്നുണ്ട് ഇപ്പോഴും. ഓക്കെ, ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ. പിന്നെ ഈ കുട്ടി പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഒരുപാട് സങ്കടങ്ങളിൽ കൂടെ കടന്നുപോയ കുട്ടിയാണ്. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി, അമ്മ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. ബ്രദർ മാരി ചെയ്തു, ബ്രദറിന്റെ പിന്നെ വൈഫ് വാസ് ടു ക്രൂവൽ, ഷി വാസ് ട്രീറ്റിംഗ് ഹർ വെരി ബാഡ്ലി. അങ്ങനെ ഒരുപാട് ഇമോഷണൽ ട്രോമാസിലൂടെ കടന്നു വന്നതാണ്. എഗെയിൻ ഷീ ഈസ് ഗോയിങ് ത്രൂ ദിസ് ടൈപ്പ് ഓഫ് ഇമോഷണൽ ട്രോമാസ്. അപ്പൊ ഞാൻ ചോദിച്ചു, ദേഷ്യം വരാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരത്തെ പറഞ്ഞു, ഡോക്ടറെ ദേഷ്യം വല്ലപ്പോഴും ഒന്ന് വരും ഡോക്ടർ, അതൊരു പൊട്ടിത്തെറിയായിരിക്കും, ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. ത്രോ തിങ്സ്. വാട്ട് എക്സ്ട്രീം പൊസിഷൻ വിൽ യു ഗോ? അപ്പൊ പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ, I'll throw things, doctor. അത്രയും വരെ പോവുള്ളൂ. I'll just break up and throw things and I will shout and I will make this throw things and then my
mind will get balanced and come back. That's typical staphysagria. ഈ ദേഷ്യം സിറ്റുവേഷനിൽ ഓരോരുത്തരും പ്രതികരിക്കുന്ന ഡിഫറെന്റ് രീതിയിലായിരിക്കും. ഇഫ് ഇറ്റ്സ് എൻ ആട്രമോർ, വാട്ട് ദേ ഡു ദേ വിൽ ഗോ ടു ദ ഓൺ സ്പേസ് ആൻഡ് ഒറ്റയ്ക്ക് പോയിരുന്ന് ആ സങ്കടം അവരെ ഒറ്റയ്ക്ക് പോയിരുന്ന് പറഞ്ഞു തീർക്കുകയോ കരഞ്ഞു തീർക്കുകയോ ആണ് നാട്രമോർ ചെയ്യുക. ആൻഡ് വാട്ട് പൾസാരില വിൽ ഡു ദാറ്റ് ദേ വിൽ ക്രൈ ഓൺ ദ സ്പോട്ട്, അവിടെ തന്നെ ഇരുന്ന് കരയും. ഓക്കെ. ആൻഡ് സ്റ്റാഫിസാഗ്രിയ വാട്ട് ദേ ഡു ഇസ് ദാറ്റ് ഈ സ്റ്റാഫിസാഗ്രിയയുടെ ഓരോ ഡ്രഗ്സും പ്രത്യേകതയാണ്. നക്സോമിക്ക എന്ത് ചെയ്യും, മറ്റുള്ളവർ ഹിറ്റ് ചെയ്യും, വലിച്ചു വാരി എറിയും, വയലന്റ് ആവും. ഹിറ്റ് അതേഴ്സ്, മറ്റുള്ളവരെ ദ്രോഹിക്കും. ബട്ട് സ്റ്റാഫിസാഗ്രിയ വാട്ട് ദേ ഡു ഇസ് ദാറ്റ് സാധനങ്ങൾ എടുത്തെറിയത്തേ ഉള്ളൂ, ആളുകളെ ദ്രോഹിക്കത്തില്ല. ആളുകൾക്ക് ഫിസിക്കൽ ഹാം ഒന്നും ഉണ്ടാക്കുന്ന ഒരു ഡ്രഗ് അല്ല സ്റ്റാഫി. ഓക്കെ. ആൻഡ് ദാറ്റ്സ് ഓൾ. ഇപ്പൊ ഇത് തൂജ. അപ്പൊ പിന്നെ ഇനി ഒരാളെ കൂടെ ഞാൻ പറയാം. തൂജ ആണ് ഈ കേസിലെങ്കിൽ അനങ്ങത്തേ ഇല്ല. തൂജയ്ക്ക് ഒരു പ്രശ്നവുമില്ല. ആർക്ക് എന്ത് സംഭവിച്ചാലും ദേ ഹാവ് നോ പ്രോബ്ലം അറ്റ് ഓൾ. ദേ സിംപ്ലി ഡു എവറിത്തിങ്. വേണമെങ്കിൽ അമ്പലത്തിലൊക്കെ പോയി തൊഴും, ഡു എവറിത്തിങ് ആൻഡ് ദേ വിൽ പ്രിട്ടൻഡ് ആസ് ഇറ്റ് ഡസൻറ്റ്. ഒരിക്കലും സമ്മതിച്ചും തരത്തില്ല തൂജയാണെങ്കിൽ. ഈ കുട്ടി സമ്മതിക്കുന്നുണ്ട്, എനിക്കൊക്കെ തെറ്റ് പറ്റി, ആൻഡ് വാട്ട് ഐ ഡു വാസ് നോട്ട് റൈറ്റ്, ഐ വെന്റ് റോങ്. And I know I went wrong, but my situation was that അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു പോയിന്നേ ഉള്ളൂ. And that was the case. അപ്പൊ ഏകദേശം എനിക്ക് തോന്നി ഇഫ് ഇറ്റ് സെപ്പി ഹൗ ഇറ്റ് ബിക്കംസ്. സെപ്പി ആണെങ്കിൽ എന്ത് ചെയ്യും, പിള്ളേരെ തൂക്കി പറഞ്ഞിട്ട് അടിക്കും. ഷീസ് നോട്ട് ലിറ്റിൽ, ഷീസ് ഹോൾഡിംഗ് ദ ചിൽഡ്രൻ വെരി ഫേംലി, വെരി സ്വീറ്റ് ടു ദം, ലവ് ദം, ടേക്ക് ദം ഫോർ ഔട്ട്സൈഡ്. എല്ലാ കാര്യങ്ങളും അവർ അത്രയും സ്നേഹത്തോടു കൂടി അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദാറ്റ് മേക്ക് us ഓൾസോ എന്താണ് റൂൾ ഔട്ട് ഓൾമോസ്റ്റ് ഓൾ ദ മെഡിസിൻസ്. ഒരുമാതിരി ഞാൻ പറഞ്ഞ എല്ലാ ഡ്രഗും തന്നെ ഞാൻ ഇതിനകത്ത് പറഞ്ഞു. ഇവരൊക്കെ എങ്ങനെയാ പ്രതികരിക്കുക എന്നുള്ളത് നമ്മൾ ഏകദേശം ഒന്ന് കണ്ടു. പിന്നെ നൈട്രിക് ആസിഡ് എന്തായിരിക്കും, നൈട്രിക് ആസിഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, എന്റെ കുടുംബം തൊലച്ചവൻ ആരോ അവന്റെ കുടുംബത്തിന് എനിക്ക് അതുപോലെ തൊലയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യും, 8ന്റെ പണി മറ്റേ എന്താണ് മറ്റേ ബോയ് ഫ്രണ്ടിന് അല്ലെങ്കിൽ എക്സ്ട്രാ റിലേഷൻഷിപ്പ് ഉള്ള മനുഷ്യന്റെ കുടുംബവും അതുപോലെ തകർക്കണമെന്നുള്ള വൈരാഗ്യം. ഈ പുള്ളി ഇപ്പൊ പിന്നെ ഈ കൊച്ചിന് എന്ത് സംഭവിച്ചതുപോലും ആ മനുഷ്യൻ വിളിച്ച് ചോദിക്കുന്നില്ല. അങ്ങയുടെ ഫാമിലി നല്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്, അയാളുടെ വൈഫിന് ഒരു പ്രശ്നവുമില്ല. ഇതെല്ലാം വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറയുന്ന ഇതെല്ലാം കള്ളമാണ്. മെയിൽസിനാകുമ്പോൾ അത് കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും. അയാൾ പറയുന്നത് എല്ലാം കള്ളമാണ്, ഇങ്ങനൊന്നും ഞങ്ങൾ തമ്മിൽ അങ്ങനെ റിലേഷൻഷിപ്പ് ഇല്ല, നിനക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ വൈഫിനെ കൺവിൻസ് ചെയ്തത് ഷീസ് ഹാപ്പി, ഷീസ് ഹാവിങ് നോ പ്രോബ്ലം. ആൻഡ് സംഭവിച്ചത് ഈ കൊച്ചിന്റെ ഇതിലാണ്. പക്ഷെ ഇതിനകത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ കൊച്ചു ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഡോക്ടറെ ഞാൻ ആത്മഹത്യ ചെയ്യും, എനിക്ക് കരയാൻ പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്റെ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, എവറിത്തിങ് ഇസ് ബീങ് സപ്രസ്ഡ്, ഇറ്റ്സ് നോട്ട് കമ്മിങ് ഔട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടി പൾസാരില കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്. കുറച്ചൊക്കെ കണ്ണുനീര് വരാൻ തുടങ്ങി. ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്, ഷീ സ്റ്റാർട്ടഡ് ഓപ്പണിങ് അപ്പ്. അങ്ങനെ കുറെ സിംറ്റംസ് ഒക്കെ കാണിച്ചു. പക്ഷെ സ്റ്റാഫിസാഗ്രിയ കൊടുത്തപ്പോൾ എന്താണ്, സ്റ്റാഫിസാഗ്രിയ കൊടുക്കുമ്പോൾ വെച്ചാൽ റിയാലിറ്റിയെ പെട്ടെന്ന് അവർ തിരിച്ചറിയും. അതുവരെ റിയാലിറ്റിയെ തിരിച്ചറിയാതെ അങ്ങ് പോകും. പക്ഷേ സ്റ്റാഫിസാഗ്രിയ മേക്ക് ദ പേഴ്സൺ ബോൾഡ്. ഡിസിഷൻസ് എടുക്കാൻ കുറച്ചും കൂടെ ബോൾഡ് ആക്കി എടുക്കും സ്റ്റാഫിസാഗ്രിയ. സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഈ കൊച്ച് നമ്മൾ സ്റ്റാഫിസാഗ്രിയ ഐ ജസ്റ്റ് ഗീവ് സ്റ്റാഫിസാഗ്രിയ 1 അറ്റ് ദ സെക്കൻഡ് ടൈം. രണ്ടാമത്തെ പ്രാവശ്യം സ്റ്റാഫിസാഗ്രിയ 1 കൊടുത്തു. ഐ ഗേവ് കാലിഫോർ 6X ഓൾസോ. അപ്പൊ എന്ത് സംഭവിച്ചു വെച്ചാൽ അടുത്ത സിറ്റിങ്ങിന് വെൻ ഷീ കെയിം ഷീ ടു വാട്ട് ഷീ സെഡ് വാസ് ദാറ്റ് ഡോക്ടർ ഐ ഡിസൈഡ് ടു ഗീവ് നോക്കിക്കേ, കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ബോധം നമ്മുടെ മരുന്നിന് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ഹോമിയോ മെഡിസിൻസിന്റെ പ്രത്യേകത. എന്ത് പേഷ്യന്റ് ഏത് പേഴ്സൺ വന്ന് എന്ത് സങ്കടം പറഞ്ഞാലും കോൺഷ്യസ് മൈൻഡ് ഡെഡ് ആക്കിക്കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്. സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് എല്ലാം വീഡിയോയിൽ റെക്കോർഡ് ചെയ്ത പോലെ കിടപ്പുണ്ട്. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് നടന്ന കാര്യങ്ങളെ പുറത്തു കൊണ്ടുവന്ന് അതിന് ഹീൽ ചെയ്യാനുള്ള മെഡിസിൻ ഹോമിയോപ്പതിയിലേ ഉള്ളൂ. അല്ലാതെ എന്താണ് നെക്സിറ്റോ പ്ലസോ അല്ലെങ്കിൽ നമുക്ക് അലോപ്പതിയിലുള്ള ഡ്രഗ്സ് എല്ലാം അറിയാം. ഏത് ഡ്രഗ് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുക, കോൺഷ്യസ് മൈൻഡ് ഇല്ല, എല്ലാം കിടന്ന് ഉറങ്ങുക. 10 ദിവസം കിടന്നുറങ്ങി എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന REM സ്ലീപ്പും NREM സ്ലീപ്പും ആക്റ്റീവ് ആവും ഓൺ ഗീവിംഗ് ദിസ്. ഐ എം നോട്ട് ബ്ലെയിമിങ് അലോപ്പതി, ബട്ട് ഈ ഡ്രഗ്സ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതെല്ലാം REM സ്ലീപ്പ് NREM സ്ലീപ്പും റെഡിയാക്കി കഴിഞ്ഞാൽ എന്താണ് ഷാലോ സ്ലീപ്പിനെയും കൂടെ ഡീപ് സ്ലീപ്പ് ലെവലിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രഗ്സ് കൊടുക്കുമ്പോൾ ദേ തിങ്ക് എവറി പ്രോബ്ലം വിൽ കം ടു ബാക്ക്. നോ, നെവർ. ബിക്കോസ് ഇമോഷൻസ് എന്താണോ, വാട്ട് എവർ ഇമോഷൻസ് സ്റ്റിക്കിംഗ് ടു ദ പോയിന്റ്, പിൻ പോയിന്റ് ചെയ്യാണ്. നമ്മൾ കമ്പയർ എന്താണ് ശരം കൊണ്ട് നമ്മുടെ ആവനാഴിയുടെ ശരം എടുത്ത് കറക്റ്റ് ആയിട്ട് അവിടെ കുത്തിക്കൊള്ളിക്കണം. അതാണ് ഹോമിയോപ്പതി. അപ്പൊ അതിന് പറ്റുന്ന സിസ്റ്റം ഇസ് only and one, that's ഹോമിയോപ്പതി. അപ്പം ഈ പറഞ്ഞ കേസിനകത്ത് നമ്മൾ കൊടുത്തപ്പോൾ വാട്ട് ഹാപ്പൻഡ് ഇസ് ഷീ ഈസ് ബോൾഡ് ഇനഫ്, ഷീ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഡിസിഷൻ. അപ്പം ഈ കൊച്ചിനിടക്കിടയ്ക്ക് എറണാകുളത്ത് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും എന്താ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തോട്ടും ദേ വിൽ സ്ലീപ്പ് ഓൺ ഡിപ്രഷൻ. അപ്പൊ ഡിസിഷൻസ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഓഫീസിലുള്ള കുറച്ച് കാര്യങ്ങൾ പെൻഡിങ് ആണ്, ഐ വോണ്ട് ഗോ ഫോർ ദാറ്റ്, ഐ ഡു ഫോർ ദം എന്ന് പറഞ്ഞിട്ട് ഇടക്കിടയ്ക്ക് എറണാകുളത്ത് പോയിക്കൊണ്ടിരുന്നു.
മെഡിസിൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഉണ്ടായി ചെയ്യുന്നത് ഷീ സെഡ് ഡോക്ടർ ഐ വിൽ നെവർ ഗോ ടു എറണാകുളം. ഇനി ആ ഓഫീസിൽ എന്ത് സംഭവിച്ചു ദേ ഡ്യൂട്ടി, അടുത്ത ആൾ വന്നിരിക്കുന്ന ആൾ അയാളുടെ ജോലിയാണ് അത് ക്ലിയർ ചെയ്യുന്നത്. ഐ എം നോട്ട് ദ പേഴ്സൺ ടു ഗോ ദേ. എന്നെ എല്ലാവരും യൂസ് ചെയ്താണെന്ന് എനിക്ക് മനസ്സിലായി ഡോക്ടറെ എന്ന് പറഞ്ഞിട്ട് ഷീ സ്റ്റാർട്ടഡ് ക്രൈയിങ്. നന്നായിട്ട് കരയാൻ തുടങ്ങി കുറേ കരഞ്ഞു. ഷീ സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ്. ആഹാരം കഴിക്കാൻ തുടങ്ങി. ആപ്പറ്റൈറ്റ് കെയിം ബാക്ക്. വിശപ്പ് തിരിച്ച് വരാൻ തുടങ്ങി. 3 ദിവസം സ്റ്റൂൾ പോകത്തില്ല. എഗെയിൻ സ്റ്റൂൾ ഹാബിറ്റ്സ് ബിക്കെയിം നോർമൽ. അങ്ങനെ ഓരോരോ ഫേസിൽ നോർമൽ ആയിട്ട് വന്നതിന് ശേഷം വാട്ട് ഐ ഡിഡ് വാസ് ഞാൻ ആ ഹസ്ബൻഡിനെ വിളിച്ചു, ഫോണിൽ നമ്പർ മേടിച്ചിട്ട് ഞാൻ പുള്ളിയോട് വിളിച്ച് സംസാരിച്ചു. സോ ഐ സെഡ് ദാറ്റ് ഷീ അണ്ടർസ്റ്റുഡ് വാട്ട് ഷീ വെന്റ് ഷീ ഡിഡ് ഇറ്റ് വാസ് റോങ്. പക്ഷേ നമ്മൾ ഇനിയിപ്പോ ആ കേസിനകത്ത് അത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടൊന്നും കാര്യമില്ല. ആ മനുഷ്യന്റെ പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സിലുണ്ടായ ഊണ്ടിനെ ഒന്നും ഒരിക്കലും അത് തേച്ച് മാച്ച് കളയാൻ ആർക്കും പറ്റത്തില്ല. സോ ഐ സെഡ് ഓർഡർ ഗേജ് കുട്ടികളെ ഓർത്തിട്ട് ആ ടോപ്പിക്ക് വിടുക. എന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു അഡ്ജസ്റ്റ് ചെയ്യാൻ. ആൻഡ് വാട്ട് ഷീ സെഡ് വാസ് സെഡ് ഐ എം തീരാറായില്ലേ, ടൈം ആയി അല്ലേ ഇല്ല. മാഡം? 21 ആയി. സമയം പോയത് അറിഞ്ഞില്ല. ഞാനിങ്ങനെ കഥ പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ആ, എല്ലാരും ഉണ്ടോ അതോ ഉറങ്ങിപ്പോയില്ലേ? ഇല്ലില്ല, എല്ലാരും കണ്ട്. ഓക്കെ. അപ്പൊ സോ ദാറ്റ് വാസ് ദ കേസ്. പക്ഷെ ഈ സ്റ്റാഫീസ് അങ്ങനെ നമ്മുടെ മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ സത്യം പറഞ്ഞ് നമുക്കത് ചിലപ്പോൾ കേൾക്കുന്നവർക്കൊക്കെ തോന്നും പിന്നെ ഒരു പൾസറില കൊടുത്തിട്ട് പിന്നെ ഒരു സ്റ്റാഫീസ് അഗ്രി കൊടുത്തു. പക്ഷെ അങ്ങനല്ല. അവരുടെ ഒരു ജീവിതത്തിനകത്ത് വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ, കാരണം ഈ ലേഡി ഈ പെൺകുട്ടി പതുക്കെ റിയലൈസ് ചെയ്യാൻ തുടങ്ങി ഞാൻ ചെയ്ത തെറ്റ് എന്തൊക്കെയാണ്. അതുവരെ കുട്ടി പറഞ്ഞു കൊടുത്ത ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. What I did was right and the person is suspicious and so that's he's blaming me. He's having some mental problems. എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടി no doctor, I went wrong. I have to make the correction. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്യത്തില്ല. എനിക്കിങ്ങനെ പറ്റിപ്പോയി ഡോക്ടർ, ഞാൻ പോയി. അയാൾ എന്നെ ശരിക്കും ചീറ്റ് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി. അയാളുടെ ആവശ്യങ്ങൾക്ക് അയാളുടെ ഓഫീസിൽ ആൻഡ് ഷി വാസ് ട്രൈങ്, ഷി വാസ് റിയലൈസിങ് what had happened to his life. പുള്ളിക്കാരത്തി പറയാണ് her life. What she said was, ഡോക്ടർ എനിക്കിപ്പം മനസ്സിലായി ഡോക്ടർ അയാൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അയാൾ ചുമ്മാ അയാളുടെ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടി അയാൾ എപ്പോഴും ഒരിക്കലും ഓഫീസിൽ വരത്തില്ല. അയാൾ പാർട്ടിയുടെ കാര്യങ്ങൾക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ ആ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി അയാൾ എടുത്തൊരു സൂത്രമായിരുന്നു അത്. എനിക്ക് ചുമ്മാ മിഠായി, എന്നെ പോലത്തെ ചൈൽഡിഷ് ആയിട്ടൊരു കുട്ടിക്ക് കൂടെ മുട്ടായി വെച്ചുകൊണ്ട് കൊടുക്കുക, ലൗലോലിക്ക കൊണ്ട് കൊടുക്കുക. സ്കൂളിൽ ഈ കൊച്ചിന് ഇങ്ങനത്തെ നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഒക്കെ ഉള്ളത് അയാൾ ഈ കുട്ടിയുടെ എന്താ പറയുക നമ്മുടെ അതായത് അഡോളസന്റ് ടൈമിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പ്രണയ നഷ്ടങ്ങളുണ്ടല്ലോ, ആ നഷ്ടങ്ങളെ ഗ്രാറ്റിഫൈ ചെയ്യാൻ പുതിയ രൂപത്തിൽ ഒരാൾ വരുമ്പോൾ ഫീലിംഗ് ദാറ്റ്സ് നോട്ട് അത് ശരിക്കും ഡ്യൂപ്പാണ് അല്ലെങ്കിൽ ഫാൻസിയാണ്, അത് ഇറ്റ്സ് റോൾഡ് ഗോൾഡ് എന്ന് മനസ്സിലാക്കാനുള്ള നമുക്ക് അപ്പം വരത്തില്ല. ബിക്കോസ് അതങ്ങ് വീണു പോവുകയാണ്. കാരണം കിട്ടാത്തൊരു സാധനം എവിടുന്നോ ശരിക്കും കിട്ടുമ്പോഴത്തേക്കുള്ള ഒരു ഫാന്റസി. ദാറ്റ്സ് വാട്ട് ഹാപ്പൻ ഇൻ ദാറ്റ് കേസ്. ആൻഡ് ഷീ അണ്ടർസ്റ്റുഡ്. ഞാൻ ഇനി ഇപ്പം മാഡം ഇപ്പൊ പോകുന്ന ഓഫീസിൽ മാഡം ഞാൻ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ വീണ്ടും അടുത്ത കുരുക്കി പോയി ചാടിയേനെ. ഇപ്പൊ ഐ അണ്ടർസ്റ്റുഡ് where to keep a person and not allowing anybody to enter behind a line. ഒരു ലൈനിന്റെ അകത്തേക്ക് കയറാൻ ഞാനിപ്പോ സമ്മതിക്കത്തില്ല. പിന്നെ എന്റെ ഹസ്ബൻഡിനോട് എനിക്ക് കുറ്റബോധം ഇല്ല. See what wisely she is talking എന്നുള്ളതാണ്. എന്ത് ഫൂളിഷ് ആയിട്ടാണ് പണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആള്. Wisely she was talking. That's the power of the homeopathic medicine. അപ്പം അത്രയും മാറ്റിയെടുക്കാൻ നമ്മുടെ മെഡിസിൻസിന് പറ്റി എന്നുള്ളതാണ്. ആൻഡ് ഫസ്റ്റ് സ്റ്റാഫിസഗ്രിയ ഗേവ് 1 ഡോസ്. കുറച്ച് വെയിറ്റ് ചെയ്തു. ആൻഡ് അപ്പൊ കുറേ ചേഞ്ചസ് അവിടെ. ഞാൻ പറഞ്ഞു ഗീവ് ഹിം സം സ്പേസ്, അയാൾക്ക് കുറച്ച് സ്പേസ് കൊടുക്കുക. അദ്ദേഹത്തിനുണ്ടായ വൂണ്ടിനെ ഒന്ന് ഹീലായി പുള്ളി തിരിച്ചു വരട്ടെ, സ്പേസ് കൊടുത്തു. ആൻഡ് എനിവേ ഇപ്പം ആ റിലേഷൻഷിപ്പ് അവരുടെ ഹസ്ബൻഡും വൈഫുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നു. കുട്ടികൾ 2 പേരും 2 കുഞ്ഞുങ്ങൾ. അതിൽ മകളോട് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. മകളെ കൊണ്ടൊക്കെ കുറെ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യിപ്പിച്ച് എനിവേ ഹി കെയിം ബാക്ക് ഫ്രം ദുബായ്. ഇപ്പൊ വീണ്ടും പൈസയൊക്കെ അയക്കാൻ തുടങ്ങി. അവർ ഒരുവിധം സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകുന്നു. ഒരുവിധം ഇറ്റ്സ് ഗോയിങ് ഓൺ. എന്തായാലും ഓൺ ദ ബ്രിം ഓഫ് ഡിവോഴ്സിൽ വന്നൊരു കേസായിരുന്നു. അപ്പം അത് അത്രയും ചെയ്യാൻ നമ്മുടെ ഹോമിയോപ്പത്തിക് മെഡിസിൻസിന് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. നന്ദി ഡോക്ടറെ. ഏതായാലും നമുക്ക് ഇനി 6 മിനിറ്റാണുണ്ട് ഉള്ളത്. ആർക്കെങ്കിലും ഡോക്ടറോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ഇനി പെട്ടെന്ന് തന്നെ ഹാൻഡ് റൈസ് ചെയ്ത്. ഭദ്രമ ഡോക്ടർ എന്തെങ്കിലും പറയാൻ? ഭദ്രമ മാഡം എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാവരും ഉറക്കമായി.
ഉറക്കമല്ല, എല്ലാരും ക്ലാസ്സിന്റെ അങ്ങനെ ലയിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഡോക്ടറുടെ ക്ലാസ്സിൽ ആരും ഉറങ്ങുകയല്ല. അങ്ങനെ ഉറങ്ങാൻ പറ്റുകയല്ല. ഞാൻ ശരിക്കും ഹെഡേക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നേ മേഡം. കാരണം കുറെ ടൈപ്പ് ഓഫ് ഹെഡേക്സ് ഞാൻ മൊത്തം അലൻസ് കീനോട്ടിൽ നിന്നുള്ള എല്ലാ ഹെഡേക്കും തപ്പിയെടുത്ത്. പക്ഷെ ഇന്ന് കൗൺസിലിംഗ് ഓരോ ദിവസവും വരുന്ന കൗൺസിലിംഗ് കേസസ് കണ്ടാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് വന്നൊരു കൗൺസിലിംഗ് കേസ് കല്യാണം കഴിച്ചിട്ട് 5 ദിവസമേ ആയുള്ളൂ, ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞു രണ്ടുപേരും കൂടെ. കൊച്ചു ദൈവമേ, ഇപ്പോഴത്തെ കാലത്ത് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് പയ്യന്മാരുടെ ഒരു അവസ്ഥ. എനിക്ക് അറിയത്തില്ല, ഈ ഒരു എന്ന് വെച്ചാൽ പുറമേ കാണുന്ന ഒന്നും വെച്ചിട്ടല്ല, അകത്തോട്ട് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷർ ഫാമിലി ലൈഫിൽ. എല്ലാരും മിക്കവാറും നമ്മുടെ കേരളത്തിലുള്ള ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ പണ്ടത്തെ ഒരു ഫാമിലി ഫ്രെയിം ഉണ്ട്. ആ ഫാമിലി ഫ്രെയിമിലോട്ട് പുതിയ തലമുറയെ അകത്ത് കയറ്റാൻ ശ്രമിക്കുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം ഈ പറഞ്ഞ കണക്ക് ഏതെങ്കിലും ഒരു പയ്യന്, ആരെങ്കിലും പറയുന്ന ഒരു പയ്യനെ കൊണ്ടുവന്ന് ആ പയ്യന്റെ ചുറ്റുപാടും പോയിട്ട് അന്വേഷിക്കും. ഇപ്പോഴത്തെ കാലത്തെ പയ്യന്മാർ ഏതെങ്കിലും പുറത്തിറങ്ങുമോ? എല്ലാത്തിനും കയ്യിൽ ഒരു മൊബൈലും ഒരു റൂമും ഒരു ഫാനും ഉണ്ടെങ്കിൽ ഒരെണ്ണം പുറത്തിറങ്ങത്തില്ല. പുറത്തിറങ്ങിയാലേ മറ്റുള്ളവർക്ക് മോശമായിട്ട് തോന്നുള്ളൂ. അകത്തിരുന്നാണ് ഉടായിപ്പ് മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പോയി അന്വേഷിച്ചിട്ട് ഈ കുട്ടികൾ തമ്മിൽ സംസാരിക്കാനുള്ള അവസരം കൊടുക്കത്തില്ല. ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ ഡേറ്റിംഗ് ആപ്സും ഡേറ്റിംഗും ഒക്കെ പറയുമ്പോൾ നമ്മളെപ്പോലത്തെ പുതിയ തലമുറയ്ക്ക്, പഴയ തലമുറയ്ക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഞാൻ ആ അവസ്ഥയിലെത്തി. ഡേറ്റിംഗ് ആപ്സ് ഒക്കെ വേണം, ഡേറ്റിംഗും വേണം. ആള് കറക്റ്റ് ആണോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി ഈ പറയുന്ന പേഴ്സൺ കറക്റ്റ് ആണോ, അതല്ലെങ്കിൽ ആ പേഴ്സന്റെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്, കുറച്ച് ദിവസമെങ്കിലും ഒരുമിച്ച് യാത്ര. ഇത് വീട്ടുകാരെന്ത് ഇന്നിപ്പോ വന്നൊരു കേസിനകത്ത് എന്തൊരു കഷ്ടമെന്ന് പറയാം. 5 ദിവസമേ ആയുള്ളൂ. എന്തൊരു വലിയ കല്യാണമായിരുന്നു അറിയാം. ഞാൻ ആ കല്യാണത്തിന് പോയിരുന്നതാ. ആ വീട്ടുകാരെ നമുക്ക് ആ കേസ് അടുത്തൊരു ഇതിൽ പറയാം. ഇവിടെ രണ്ടുപേരും ഇവിടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ പറഞ്ഞു. കേൾക്കുന്നുണ്ടല്ലോ. ആ കേൾക്കുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം സാറേ. ഡോക്ടർ ക്ലാസ്സില് ആരും അങ്ങനെ ഉറങ്ങി പോകത്തില്ല. ഉറങ്ങണമെന്ന് വിചാരിച്ചാലും ഉറങ്ങത്തില്ല. ഉറങ്ങി കിടക്കണമെന്ന് എണീറ്റിരുന്ന ഡോക്ടർ ക്ലാസ് കേൾക്കും. എല്ലാവരും അങ്ങനെയാണ്. ഞാനൊരു സിനിമാക്കാരനായിരുന്നെങ്കിൽ ഇതിപ്പോ ഒരു സിനിമയാക്കിയല്ലേ. അങ്ങനെ നല്ലൊരു സ്റ്റോറി ആയിരുന്നു. സാറേ എങ്കിൽ എന്റെ സ്ക്രിപ്റ്റുകളുടെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. ഒരു കെട്ടുണ്ട് സ്ക്രിപ്റ്റ്. അതെ. അങ്ങനാണെങ്കിൽ മാഡം ഫിലിം ഫീൽഡിലൂടെ അങ്ങോട്ട് ഇറങ്ങണം. കുറെ സിനിമകളൂടെ എടുക്കാൻ നോക്കണം. പിന്നെ നമ്മുടെ ഈ കേസിലെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ ഈ കേസിലെ ഇപ്പൊ അവരുടെ ആ പ്രശ്നമൊക്കെ ക്ലിയർ ചെയ്തു. പക്ഷെ ആ ഹസ്ബൻഡിന് എന്തെങ്കിലും മരുന്ന് കൊടുക്കേണ്ടതല്ലേ? അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ മാറ്റാൻ വേണ്ടി ഹസ്ബൻഡിന് എന്തെങ്കിലും മരുന്ന് കൊടുക്കേണ്ടതായിരുന്നില്ലേ? ഹസ്ബൻഡ് ഞാൻ മെഡിസിൻ കൊടുത്തു സാറേ. കാരണം എന്താ പറയുക, പുള്ളിയുടെ ഒരു അവസ്ഥ കണ്ടെന്ന് വെച്ചാൽ ഞാൻ ശരിക്കും വിചാരിച്ച പുള്ളി ലാക്ടസസോ സസ്പീഷ്യസ് മെഡിസിൻസോ എല്ലാം ആയിരിക്കുമെന്ന്. പക്ഷെ പുള്ളി പൾസാറ്റിലെ ആയിരുന്നു. പുള്ളി എന്നോട് സംസാരിച്ചപ്പോ തന്നെ ഭയങ്കരമായിട്ട് പുള്ളി ഇങ്ങനെ കരഞ്ഞ്. പുള്ളിയുടെ ഒരു പാസ്റ്റ് കേട്ട്, അത് വേറൊരു കേസാണ്. പക്ഷെ പുള്ളിക്ക് അത് വേറൊരു കേസാണ്. പക്ഷെ പുള്ളി ഇടയ്ക്ക് 6 മാസത്ത് ഇപ്പൊ ഇവര് തമ്മിൽ ഒരു ഇച്ചിരി വീണ്ടും യോജിപ്പിലായപ്പോ ഈ പെങ്കൊച്ച് അവിടെ പോയി. അപ്പൊ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു കൊടുത്തു, ഷീസ് ഹാവിംഗ് ദിസ് ടൈപ്പ് ഓഫ് എൻഡോമെട്രിയോസിസ് ആൻഡ് ലോട്ട് ഓഫ് യൂട്രൈൻ പ്രോബ്ലംസ്. അപ്പൊ ആ കൊച്ചിനെ ഡീൽ ചെയ്യുന്നതിനകത്ത് ഒരു മാറ്റം വരുത്തുമെന്ന് പുള്ളിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇവിടുന്ന് ദിസ് പൾസാരില ഞാൻ കൊടുത്തു വിട്ടിരുന്നു ആ കൊച്ചിന്റെ കയ്യിൽ. അവിടെ പോയിട്ട് തുമ്മലിനാന്നോ ചായക്ക് എന്തെങ്കിലും എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് അകത്താക്കാൻ പറഞ്ഞു, വെള്ളത്തിലോ അങ്ങനെ. പക്ഷെ കൊടുത്തപ്പോഴത്തേക്ക് കുറച്ച് ഈ പുള്ളിയുടെ ഒരു മനസ്സിന്റെ ഒരു ഇത് ഒന്ന് കുറഞ്ഞു കിട്ടി. ദാറ്റ് ഓൾ ആഡഡ് ടു ദി. സാർ പറഞ്ഞ കേസ് കറക്റ്റ് ആണ്. കാരണം 2 സൈഡും കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അതെ. എന്തായാലും ഇതുപോലത്തെ കഥകളുമായിട്ട് വീണ്ടും വരണം. ഞാനൊരു കേസ് ഡോക്ടറെ അടുത്ത് വെച്ചായിരുന്നു ഏകദേശം 1.5 മാസം മുമ്പ്. പുള്ളി ഇപ്പൊ വളരെ ബെറ്ററായി. അടുത്ത ആഴ്ച കാണാൻ വന്നേക്കും. അതെ. പുള്ളി വളരെ ബെറ്ററായി. പുള്ളിയുടെ ഫാമിലി ഇങ്ങനെ തെറ്റിപ്പോകുമെന്ന് പറഞ്ഞ ഫാമിലി ഒന്നായി. ഡോക്ടർ താങ്ക്സ് പറയാനായിട്ട് അവർ 2 പേരും കൂടി വരുമെന്ന് പറഞ്ഞു. ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് അബ്ദുൽ സലാം സാറിനെ ക്ഷണിക്കുകയാണ്. അബ്ദുൽ സലാം സാറ്. എല്ലാവർക്കും നമസ്കാരം. വളരെ നന്നായി എത്തിയ ഡോക്ടർ. സന്തോഷം. കേട്ടിരുന്ന ക്ലാസ് പുറത്തിരുന്നിട്ട്. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, നമ്മുടെ എല്ലാ അഭ്യുദയകാംക്ഷികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം
നേരത്തെ ജയേന്ദ്രൻ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നിത്യ ഡോക്ടറുടെ സ്റ്റോറി അല്ല, ഇതൊക്കെ ശരിയായ കഥകളാണ്, ശരിയായ സംഭവങ്ങളാണ് നിത്യ ഡോക്ടർ ഇതാക്കിയത്. ഇത് നമ്മുടെ സിനിമാക്കാരൊക്കെ ഏൽപ്പിച്ച് സ്ക്രിപ്റ്റ് മാത്രം കൊടുത്താൽ മതി, അവരാക്കിക്കോളൂ. നമ്മളെ ഇതിലുണ്ടല്ലോ ഹോമിയോപ്പതി ഫീൽഡിൽ തന്നെ സിനിമക്കാരും പാട്ട് ചെയ്യുന്നവരൊക്കെ. ഏതായാലും വളരെ സന്തോഷം. ഇനിയും ഇതുപോലത്തെ ഒത്തിരി അനുഭവങ്ങളായിട്ട് വരിക. വളരെ സന്തോഷം. താങ്ക്സ്. താങ്ക് യു സർ, താങ്ക് യു സർ. നന്ദി അബ്ദുസലാം സാറേ. താങ്ക് യു. എന്തായാലും പതിവ് പോലെ വളരെ രസകരമായ നല്ല കേസുകൾ നമുക്ക് വീണ്ടും ഡോക്ടർ തന്നിരിക്കുകയാണ്. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ ഇതുപോലെ ഒന്ന് വരണം. ഇത് ഓട്ടിച്ചിട്ട് കയറിയതാ. ശരി മാഡം, താങ്ക് യു മാഡം. വളരെ നല്ലൊരു താങ്ക് യു ക്ലാസ് മാഡം. ആയിരുന്നു. താങ്ക് യു മാഡം. 1636 ഈ സൂം വെബിനാർ വളരെ ഭംഗിയാക്കാൻ സാധിച്ചു. ഈ സൂം വെബിനാറിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ നിത്യ ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. നമ്മുടെ 1636 സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് മാം. ഡോക്ടർ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.